நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இந்த இரண்டாம் நாள் மாலை வேளையிலே கர்த்தருடைய சமூகத்தில் கர்த்தர் நம்மை கூட்டி சேர்த்திருக்கிறார். ഈ രണ്ടാം ദിവസം സന്ധ്യാസമയത്തിൽ ദൈവസന്നിധിയിൽ കർത്താവ് നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. இந்த இரண்டாம் நாளாகிய இந்த நாளிலும் கூட கர்த்தர் நம்மை ஆசீர்வதிக்கும்படியாக சித்தம் கொண்டிருக்கிறார். ഈ രണ്ടാം ദിവസത്തിലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ஆனபடியால் ஆசீர்வாதத்தை பெற்றுக் கொள்ளும்படியாக நாம் എല്ലാവരും ആയത്തമായി കാണപ്പെടുவோமாக. ആകയാൽ അനുഗ്രഹം പ്രാപിപ്പാൻ നാം എല്ലാവരും ഒരുക്കമായി കാണപ്പെടാം. நேற்று தியானித்த அதே வசனம் லூகாவின் சுவிசேஷம் 21ஆம் அதிகாரம் அதனுடைய 28ஆம் வசனத்தை வாசிப்போம். കഴിഞ്ഞ ദിവസം ധ്യാനിച്ച വചനം പോലെ ലൂക്കോസിന്റെ സുവിശേഷം 21ആം അധ്യായം അതിന്റെ 28ആമത്തെ വാക്യത്തെ വായിക്കും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവിൻ. இவைகள் சம்பவிக்க தொடங்கும்போது உங்கள் மீட்பு சமீபமாயிருப்பதால் நீங்கள் நிமிர்ந்து பார்த்து உங்கள் தலைகளை உயர்த்துங்கள் என்றார். தேவனுடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இங்கே வாசித்ததான வசனத்தை குறித்து தியானிக்கும் பொழுது ഇവിടെ വായിച്ചതായ വചനത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ இவைகள் சம்பவிக்கும் தொடங்கும் போது உங்கள் மீட்பு சமீபமாய் இருப்பதால் ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ நீங்கள் நிமிர்ந்து பார்த்து உங்கள் தலைகளை உயர்த்துங்கள் என்று கர்த்தராகிய இயேசு கிறிஸ்து இங்கே அருள் செய்கிறார். നിങ്ങൾ നിവർന്ന് തല പൊക്കുവിൻ എന്ന കർത്താവായ യേശു ക്രിസ്തു ഇവിടെ അരുളി ചെയ്യുന്നു. ஏனென்றால் உலகத்திலே ஜீவிக்கிற நாம் உலகத்திலே பலவிதமான சம்பவங்கள் சம்பவித்துக் கொண்டிருக்கிறது. ലോകത്തിൽ ജീവിക്കുന്ന നാം പലവിധമായ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. கர்த்தராகிய இயேசு கிறிஸ்து சீக்கிரம் வருவார் என்றதான സത്യത്തെ നാം വിളങ്ങിക്കൊള്ളக்கூடிയവர்களായി കാണപ്പെട வேண்டும். കർത്താവായ യേശു ക്രിസ്തു വേഗം വരുമെന്നതായ സത്യത്തെ നാം ഗ്രഹിക്കണം. യേശു சீக்கிரம் வரப்போகிறார். യേശു വേഗം വരുവാൻ പോകുന്നു. ஆனபடியால் இது கடைசி காலமானபடியால் நம்முடைய தலைகளை நாம் மேலே உயர்த்தி നോക്കിക്കൊണ്ടേ இருக்க வேண்டும். ആകയാൽ ഇത് അന്ത്യകാലമാകയാൽ നമ്മുടെ തലകളെ ഉയർത്തി നാം മേലോട്ട് നോക്കിക്കൊണ്ടേയിരിക്കണം. தலைகள் உயர்த்துவது என்று சொல்லும் பொழுது நாம் എഴുത്തിൻപടി ഉയർത്തുകയല്ല. നാം തലകളെ ഉയർത്തുക എന്ന് പറയുമ്പോൾ അത് അക്ഷരികമായി ഉയർത്തുന്ന അനുഭവമല്ല. நம்முடைய ஆவி ஆத்துமா ஆண்டவரை நோக்கிக்கொண்டே இருக்க வேண்டும். ஏனென்றால் அவர் இரண்டாவது நம்மை பாவத்திலிருந்து மீட்க அல்ல, நம்முடைய பரிசுத்தவான்களாய் இருக்கிற நம்மை மீட்கும்படியாக அவர் சீக்கிரம் வரப்போகிறார். നമ്മുടെ ആത്മാവും പ്രാണനും വീണ്ടെടുക്കപ്പെടണം. അവൻ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി രണ്ടാമതായി വരുവാൻ പോകുന്നു. ஆனபடியால் நாம் என்ன செய்ய வேண்டும்? ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത്? நாம் தலைகளை உயர்த்திக்கொண்டே இருக்க வேண்டும். നാം തലകളെ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. இங்கே 3 அனுபவத்தை குறித்து நேற்று நாம் அதை தியானித்தோம். കഴിഞ്ഞ ദിവസം നാം 3 അനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയുണ്ടായി. முதலாவது அனுபவத்தை குறித்து தியானித்தோம். അതിൽ ആദ്യത്തെ ഭാഗത്ത് ധ്യാനിച്ചു. மனிதன் 3 വിധത്തിലെ தலைகளை അവൻ അസൈக்கிறான். മനുഷ്യൻ 3 വിധത്തിൽ തല ചലിപ്പിക്കുന്നു. ഒന്ന് അവൻ കുനിந்து ഭൂമിയെ നോക്കിക്കൊണ്ടിരിக்கிறான். ഒന്ന് അവൻ കുനിഞ്ഞ് ഭൂമിയെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവൻ നേരാக பார்த்து கொண்டிருக்கிறான். രണ്ടാമതായിട്ട് അവൻ നേരെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. മൂന്നാമത് ഒരു കൂട്ടത്താർ അവർ തലകളെ ഉയർത്തിക്കൊണ്ടേയിരിக்கிறார்கள். മൂന്നാമത് ഒരു കൂട്ടം പേർ അവർ തലകളെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. നേற்று നാം ധ്യാനിத்தோம், മനിതൻ ഭൂമിക്കുரிய കാര്യങ്ങളെ നോക്കിക്കൊണ്ടേയിരിக்கிறான். കഴിഞ്ഞ ദിവസം ധ്യാനിക്കുകയുണ്ടായി, മനുഷ്യൻ ഇന്ന് ഭൗമികമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ஏனென்றால் பூமியில் பலவிதமாக அவன் பூமியை செருவிப்போடு அவன் சேர்ந்து இருக்கிறபடியால் அவன் பூமிக்குரிய കാര്യങ്ങളെ നോക്കിക്കൊണ്ടിരിக்கிறான். അവൻ ഭൂമിയുടെ കാര്യങ്ങളെ പറ്റിയിരിക്കുന്നുണ്ട്, ഭൂമിയിലുള്ളതെല്ലാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ആണപടിയാൽ നേற்று നാം ധ്യാനിத்தோம், ഭൂമിയിലെ അക്രമങ്ങൾ മികുതിയായി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു, ഭൂമിയിൽ അതിക്രമങ്ങൾ പെരുകൊണ്ടേയിരിക്കുന്നു. ഇന്നേക്ക് ഉലകത്തിലെ അക്രമങ്ങൾ മികുതിയായി കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് അകൃത്യങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ഒരുവർക്കൊരുവർ ഐക്യമായി സമാധാനമായി ജീവിക്ക മുടിയാതെ ഒരു സൂഴ്நிலையிலே തള്ളപ്പെട്ട് കൊണ്ടിരിக்கிறார். ഒരുവനോട് ഒരുവൻ ഐക്യമായിരിക്കാൻ പറ്റാതെ, സമാധാനമായിരിക്കാൻ പറ്റാത്തതായ ഒരു അവസ്ഥയിൽ കാണപ്പെടുന്നു. കൊലകൾ ചെയ്യുகிறார்கள், കൊലപാതകങ്ങൾ നടത്തുന്നു. അതുപോലെ ബില്ലിസൂന്യം ചെയ്യുகிறார்கள், മന്ത്രവാദങ്ങൾ ചെയ്യുന്നു. ഒരുവർക്ക് വിരോധமாக ഒരുവർ അവர்கள் നന്നാக இருக்கும்போது ബില്ലിസൂന്യം ചെയ്യുகிறார்கள். ഒരുവർ നന്നായിരിക്കുമ്പോൾ അവർക്ക് വിരോധമായി മന്ത്രവാദങ്ങൾ ചെയ്യുന്നു. ഇവരാக മനിതൻ ஒருவருக்கு ஒருவர் சத்துருவாய் காணப்படுகிறார். ഇങ്ങനെ മനുഷ്യൻ ഒരുവനായി ശത്രുവായി
ഹേതുവായി കാണപ്പെടുന്നു. இதற்கெல்லாம் காரணம் அவர்களில் காணப்படுகிறதான அக்கிரமம் தான். ഇതിനെല്ലാം കാരണം അവരിൽ കാണപ്പെടുന്നതായ അകൃത്യങ്ങൾ. அக்கிரமத்தை நிவர்த்தி செய்ய கர்த்தராகிய இயேசு கிறிஸ்து கல்வாரி சிலுவையிலே நமக்காக பலியானார். അകൃത്യങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു. அவர் ஒரு அக்கிரமக்காரா ஒருவராக எண்ணப்பட்டார் என்று வேதாகமத்திலே வாசிக்கிறோம். അവനൊരു അതിക്രമക്കാരനെ പോലെ എണ്ണപ്പെട്ടു എന്ന് തിരുവചനത്തിൽ വായിക്കും. நேற்று நாம் தியானித்தது போல 103ஆம் சங்கீதம் அக்கிரமத்தை மன்னிக்கிறது மாத்திரமல்ல, நம்முடைய நோய்களையும் அவர் குணமாக்குகிறார். കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ 103ആം സങ്കീർത്തനത്തിൽ നമ്മുടെ അകൃത്യങ്ങളെ മോചിക്കുക മാത്രമല്ല നമ്മുടെ പാപങ്ങളെയും ക്ഷമിക്കും. நம்முடைய சரீரத்தில் உள்ள நோய்களை குணமாக்குற தேவன், നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നതിനായ ദൈവം, அவருடைய தழும்புகளால் குணமானீர்கள் என்று வேதாகமத்திலே நாம் வாசிக்கிறோம். അടിപ്പിണരുകളാൽ സൗഖ്യമായി എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. நான் குணமாக்குற தேவன் என்று அவர் அருளி செய்திருக்கிறார். ഞാൻ സൗഖ്യമാക്കുന്ന ദൈവം അവൻ അരുളി ചെയ്തിരിക്കുന്നു. அவர் குணமாக்குற வல்லமை உடைய தேவனாக நம்மத்திலே அவர் உலாவிக் கொண்டிருக்கிறார். അവൻ സൗഖ്യമാക്കുവാൻ ശക്തിയുള്ള ദൈവമായ നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടേയിരിക്കുന്നു. நேற்று நம்முடைய உடைந்த இருதயத்தை அவர் குணமாக்கினார் என்ற சத்தியத்தை குறித்து நாம் தியானித்தோம். കഴിഞ്ഞ ദിവസം നമ്മുടെ ഉടഞ്ഞതായ ഹൃദയത്തെ അവൻ സൗഖ്യമാക്കിയതിനെ കുറിച്ച് നാം ധ്യാനിച്ചു. நாம் ஒரு தேவன் நமக்கு ஆத்துமாவை தந்தபோது நாம் அவருடைய பாத்திரமாய் நாம் மாற்றப்பட்டோம். കഥാവ് നമുക്ക് പ്രാണനെ തന്നപ്പോൾ നാം അവന്റെ പാത്രമായി മാറ്റപ്പെട്ടു. அந்த பாத்திரத்திலே அவர் ஆசீர்வாதத்தை வைக்கும்படியாக உங்களை என்னையும் கர்த்தர் தெரிந்தெடுத்தார். ആ പാത്രത്തിൽ അനുഗ്രഹങ്ങളെ വെക്കുവാൻ വേണ്ടി കർത്താവ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. ஆனால் அக்கிரமத்தினால் பாத்திரம் உடைந்து போக கூடாது. എന്നാൽ അത് അകൃത്യ നിമിത്തമായിട്ട് പാത്രം ഉടഞ്ഞു പോകുവാൻ പാടില്ല. அக்கிரமத்தினால் பாத்திரம் உடைந்து போனால் என்ன சம்பவிக்கும்? അകൃത്യത്താൽ പാത്രം ഉടഞ്ഞു പോകുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? தேவனுடைய ஆசீர்வாதங்கள் நம்முடைய ஜீவியத்திலே தங்காது. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. அதனால் தான் பழைய ஏற்பாட்டிலே நாம் தியானித்தது போல என் ஜனங்கள் எனக்கு விரோதமாக 2 தீமைகளை செய்தார்கள். പഴയ നിയമത്തിൽ വായിക്കുന്ന പോലെ എന്റെ ജനം 2 ദോഷങ്ങൾ ചെയ്തു. ஒன்று ஜீவ தண்ணீராகிய என்னை விட்டு விட்டார்கள். ഒന്ന് ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ വിട്ടുകളഞ്ഞു. இரண்டாவது அவர் வெடிப்புள்ள தொட்டிகளை அவர் தோண்டி கொண்டார்கள். രണ്ടാമതായിട്ട് അവർ പുട്ടക്കിണറുകളെ കുഴിച്ചു. நம்முடைய வாழ்க்கையிலே கர்த்தர் நம்மை விடுவிக்கும்படியாக விரும்புகிறார். നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. கர்த்தர் நம்மை விடுதலையாக்க மாத்திரமல்ல, நம்மை சீர்திருத்தும்படியாகவும் விரும்புகிறார். നമ്മുടെ ജീവിതത്തെ കർത്താവ് വിടുവിക്കുക മാത്രമല്ല ആ ജീവിതത്തെ നേരെയാക്കുവാനും ആഗ്രഹിക്കുന്നു. ஆனபடியால் தான் ஏசாயாவின் புத்தகத்திலே தீர்க்கதரிசன புத்தகத்தை வைத்து ஆண்டவராய் இயேசு கிறிஸ்து இவ்வாறு கூறினார். യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ വെച്ച് കർത്താവ് പ്രകാരം പറഞ്ഞു. அங்கே நாம் லூக்காவின் சுவிசேஷத்திலே வாசிக்கும் பொழுது, നാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ 4ஆம் அதிகாரம் 18ஆம் வசனத்தை வாசிக்கும் பொழுது, 4ആം അധ്യായത്തിന്റെ 18ാമത്തെ വാക്യം വായിക്കുമ്പോൾ ஏசாயாவின் தீர்க்கதரிசன புத்தகத்திலே அவருக்கு கொடுக்கப்பட்ட இந்த புத்தகத்தை அவர் விரித்தபோது என்று 17ஆம் வசனத்திலே வாசிக்கிறார். യെശയ്യാവിന്റെ പുസ്തകത്തിലുള്ളവൻ എടുത്ത് വിരിച്ച് വായിച്ചതായിട്ട് അവിടെ 17ാമത്തെ വാക്യത്തിൽ വായിക്കും. லூக்காவின் சுவிசேஷம் 4ஆம் அதிகாரம் 17 18 വസനങ്ങളെ വാസിക്കും പൊഴുത്, ലൂക്കോസിന്റെ സുവിശേഷം 4ആം അധ്യായം 17 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. அப்பொழுது ஏசாயா தீர்க்கதரிசியின் புஸ்தகம் அவரிடத்தில் கொடுக்கப்பட்டது. அவர் புஸ்தகத்தை விரித்த போது, கர்த்தருடைய ஆவியானவர் என்மேல் இருக்கிறார், தரித்திரருக்கு சுவிசேஷத்தை பிரசங்கிக்கும்படி என்னை அபிஷேகம் பண்ணினார், இருதயம் நறுங்குண்டவர்களை குணமாக்கவும் சிறைப்பட்டவர்களுக்கு விடுதலையையும் குருடருக்கு பார்வையை பிரசித்தப்படுத்தவும் நொறுங்குண்டவர்களை விடுதலையாக்கவும். தேவனுடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. கர்த்தராகிய இயேசு கிறிஸ்துவின் காலத்திலே ஒரு புத்தகம் அவர் கையிலே கொடுக்கப்பட்டது. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ ഒരു പുസ്തകം തന്റെ കയ്യിൽ കൊടുത്തു. அது ஏசாயாவின் தீர்க்கதரிசன ஆகமனத்திலிருந்து உள்ள வசனம். അത് യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ നിന്നുള്ളതായ ഒരു പുസ്തകം. கர்த்தராகிய இயேசு கிறிஸ்துவை குறித்து 2000 வருடத்துக்கு முன்பாக
இயேசுவை குறித்து தீர்க்கதரிசனமாக தேவன் அருளி செய்தார். കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ദൈവം പ്രവചനത്തിൽ കൂടി അറിയിച്ചു. அது ஏசாயாவின் புத்தகம் 61 அதிகாரம் 1 வசனத்திலே அதே வசனத்தை நாம் வாசிக்கிறோம். യെശയ്യാവിന്റെ പുസ്തകം 61 അധ്യായത്തിന്റെ ആരംഭത്തിൽ നാം അതേ വാക്യത്തെ കാണുവാൻ കഴിയും. கர்த்தருடைய ஆவியானவர் என்மேல் இருக்கிறார் என்று இங்கே சொல்லப்பட்டிருக்கிறது. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് നാം ഇവിടെ വായിക്കുന്നു. தரித்திரருக்கு சுவிசேஷம் பிரசங்கிக்கும்படியாக அவர் என்னை அபிஷேகம் பண்ணினார் என்று சொல்லப்பட்டிருக்கிறது. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പിക്കുവാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. தரித்திரர்கள் என்று சொன்னால் ஏழை மக்கள் மாத்திரமல்ல. ഇവിടെ ദരിദ്രർ എന്ന് പറയുന്നത് പാവപ്പെട്ടവർ മാത്രമല്ല, தேவனுடைய வசனத்தை தேவனுடைய வார்த்தையை அறியாத ஜனங்களுக்கும் ஆண்டவர் தம்முடைய வார்த்தையை சுவிசேஷத்தை അറിയിக்கிறார். ദൈവത്തിന്റെ വാക്കുകളെ അറിയാത്തവർക്കും വചനത്തെ അറിയാത്തവർക്കും ദൈവം തന്റെ വചനമായ സുവിശേഷത്തെ അറിയിക്കുന്നു. സുവിശേഷത്തിനാൽ മാത്രമേ ഒരുവൻ മറുപടിയും പിറക്ക முடியும். സുവിശേഷത്തിൽ കൂടി മാത്രമേ ഒരുവന് വീണ്ടും ജനിക്കുവാൻ കഴിയുള്ളൂ. அதனால்தான் அப்போஸ்தலனாகிய பவுல் சொல்கிறார், நான் இவர்களை சுவிசேஷத்தினால் பெற்றெடுத்தேன். ആകയാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ഇവരെ സുവിശേഷത്തിൽ കൂടി പ്രസവിച്ചെടുത്തു. இன்றைக்கும் உலகத்திலே அநேக இடங்களிலே சுவிசேஷங்கள் அறிவித்துக் கொண்டிருக்கிறார். ഇത് ലോകത്തിന്റെ പല ഭാഗത്തിലും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. இவ்வாறாக கூட்டங்களை வைத்து அநேகருக்கு இந்த சத்தியத்தை அறிவித்துக் கொண்டிருக்கிறார். ഇപ്രകാരം മീറ്റിംഗുകൾ വെച്ച് സത്യങ്ങളെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ தொலைக்காட்சி வழியாக சுவிசேஷத்தை அறிவித்துக் கொண்டிருக்கிறார். മാധ്യമ വഴിയായിട്ടും സുവിശേഷത്തെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. இப்படி உலகத்திலே பல்வேறு இடங்களிலே சுவிசேஷம் அறிவித்துக் கொண்டிருக்கப்பட்டு கொண்டே இருக்கிறது. ഇതിനെ പല വിധത്തിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. கர்த்தருடைய வருகை மட்டும் சுவிசேஷம் இந்த உலகத்திலே ஆண்டவர் வெளிப்படுத்திக் கொண்டிருக்கிறார். കർത്താവിന്റെ വരവരെയും സുവിശേഷം ദൈവം ലോകത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. சுவிசேஷத்தை அறிவிக்கும்படியாக தேவன் ஒரு கூட்ட ஊழியக்காரர்களை அபிஷேகிக்கிறார். സുവിശേഷത്തെ അറിയിക്കുവാൻ കർത്താവ് ഒരു കൂട്ടം ശുശ്രൂഷകരെ അഭിഷേകം ചെയ്യുന്നു. இந்த சுவிசேஷமானது மனிதனை மறுரூபமாக்க கூடிய ஒரு சுவிசேஷம். ഈ സുവിശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷം. இங்கே நாம் பார்க்கிறோம், இருதயம் நொறுங்குண்டவர்களை குணமாக்கவும் என்று சொல்லப்பட்டிருக்கிறது. ഇവിടെ വായിക്കുന്നു, മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു. அதாவது இருதயத்தை உடைந்த இருதயத்தை மறுரூபமாக்கும்படியாக கர்த்தர் விரும்புகிறார். തകർന്ന ഹൃദയത്തെ സൗഖ്യമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ஏனென்றால் மனிதன் அக்கிரமத்தினால் இருதயம் உடைந்து காணப்படுகிறது. കാരണം മനുഷ്യന്റെ അകൃത്യത്താൽ ഹൃദയം ഉടയ്ക്കപ്പെട്ടതായി കാണപ്പെടുന്നു. அக்கிரமம் என்று சொல்லும் போது ரெண்டு விதத்திலே நாம் அதை பார்க்கிறோம். അക്രമം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. பாவம் ஒரு அக்கிரமமாய் காணப்படுகிறது. പാപം ഒരു അകൃത്യമായി കാണുന്നു. அக்கிரமத்தின் இரண்டாவது பகுதி ஆவிக்குரிய அனுபவத்தை பெற்ற பிற்பாடு நாம் அக்கிரமம் செய்யக்கூடாது. പാപത്തിന്റെ അതിക്രമത്തിന്റെ രണ്ടാമത്തെ ഭാഗം രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം ആ അനുഭവത്തിൽ പോകാൻ പാടില്ല. ஆவிக்குரிய அனுபவங்களை பெற்ற பிற்பாடு அக்கிரமம் செய்யக்கூடாது. ആത്മീക അനുഭവത്തെ പ്രാപിച്ചതിന് ശേഷം അത് അകൃത്യം ചെയ്യുവാൻ പാടില്ല. இந்த பாத்திரம் ஒரு அக்கிரமம் என்று நேற்று நாம் தியானித்தோம் அல்லவா? ഉടഞ്ഞ പാത്രം ഒരു അകൃത്യം നിറഞ്ഞ അനുഭവം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു. இரண்டாவது ஆவிக்குரிய அக்கிரமம் என்று சொல்லும் போது தேவ சித்தம் செய்யாவிட்டால் நீ அக்கிரமக்காரனாய் அக்கிரமக்காரியாய் தேவ சமூகத்தில் காணப்படுகிறாய். രണ്ടാമതായിട്ട് ആത്മീയ നിലവാരത്തിൽ ദൈവ ഇഷ്ടം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ അതിക്രമക്കാരനെ പോലെ അതിക്രമകാരിയെ പോലെ കാണപ്പെടുന്നു. இயேசு கிறிஸ்து மத்தேயின் சுவிசேஷம் 7 அதிகாரத்திலே நாம் வாசிக்கும் பொழுது, മത്തായിയുടെ സുവിശേഷം 7 അധ്യായത്തിൽ വായിക്കുമ്പോൾ அங்கே நாம் என்ன வாசிக்கிறோம்? അവിടെ നാം എന്ത് വായിക്കുന്നു? அவர்கள் அந்நாளிலே கர்த்தாவே கர்த்தாவே நோக்கி என்று அவர்கள் சொல்லுவார்கள். ആ നാൾ കർത്താവേ കർത്താവേ എന്ന് അവൻ എന്നോട് പറയുമെന്ന് പറയും. உமது நாமத்தினாலே தீர்க்கதரிசனம் உரைத்தோம் அல்லவா? നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചുവല്ലോ. உமது நாமத்தினாலே பிசாசுகளை തുരത്തിனோம் നിന്റെ அல்லவா? നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ. உமது நாமத்தினாலே അത്ഭുതങ്ങൾ செய்தோம் அல்லவா? നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തുവല്ലോ. 7 அதிகாரம் 23 வசனத்திலே நாம் வாசிக்கும் பொழுது 7 അധ്യായത്തിന്റെ 23 വാക്യം വായിക്കുമ്പോൾ இயேசு என்ன சொல்லுகிறார்? യേശു എന്ത് പറയുന്നു? நான் உங்களை ஒரு காலம் உங்களை அறியவில்லை. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. அக்கிரமம் செய்யக்காரரே, അധർമ്മം പ്രവർത്തിക്കുന്നവരെ என்னை விட்டு அகன்று போங்கள் என்று நான் சொல்லுவேன். എന്നെ വിട്ടു പോകുവീനെന്ന് ഞാൻ തീർത്തു പറയും. മലയാളത്തിൽ മാത്രത്തെ വാസികൾ 23 വസനം. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. മലയാളത്തിലെ അത് തീർത്ത് പറയും എന്ന് சொல்லப்பட்டிருக்கு. മലയാളത്തിൽ തീർത്തു പറയുമെന്ന് പറഞ്ഞിരിക്കുന്നു. அதாவது தீர்த்து ஆண்டவர் சொல்லிடுவார். சொல்லிவிட்டால் அவ்வளவுதான். அதற்கு அந்த வார்த்தையை அதை பின்னாலே எடுக்க மாட்டார். തീർത്തു പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറമായിട്ടൊന്നുമില്ല. ஏனென்றால் இவர்கள்
தேவ சித்தம் செய்ய தவறிவிட்டார்கள். കാരണം ഇവർ ദൈവഹിതം ചെയ്യാതെ വിട്ടുകളഞ്ഞവർ. தேவ சித்தம் பரலோகத்தில் பிதாவின் சித்தம் செய்ய தவறிவிட்டார்கள். പിതാവിന്റെ ഇഷ്ടം ചെയ്യാതെ വിട്ടുകളഞ്ഞു. தேவனுடைய கிரியை செய்தார்கள், ஆனால் பிதாவின் சித்தம் செய்யவில்லை. ദൈവ ഇഷ്ടം ചെയ്തു, പക്ഷേ പിതാവിന്റെ ഇഷ്ടം അവർ ചെയ്തില്ല. இப்படியாக ஆவிக்குரிய அக்கிரமத்தை குறித்து தியானிக்கும் பொழுது 21 அக்கிரமம் வேதாகமத்திலே காணப்படுகிறது. ഇങ്ങനെ ആത്മീയ അക്രമത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ 21 അക്രമത്തെ കുറിച്ച് കാണുവാൻ കഴിയും. பொருளாசை ஒரு அக்கிரமமாய் காணப்படுகிறது. ദിവ്യാഗ്രഹം ഒരു അകൃത്യമായി കാണപ്പെടുന്നു. இவராக நாம் பேசிக்கொண்டே இருக்கும் என்றால் நமக்கு சமயம் போதாது. ഇങ്ങനെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമുക്ക് സമയം തികയത്തില്ല. நம்மை நடத்துகிறவர்கள் சரியாக நம்மை நடத்தும் பொழுது அவர்களுக்கு விரோதமாய் பேசுகிறது அக்கிரமம். നമ്മെ നടത്തുന്നവർ നമ്മെ ശരിയായ വിധത്തിൽ നടത്തുമ്പോൾ നാം അവർക്ക് വിരോധമായി സംസാരിക്കുന്നത് അകൃത്യമാകുന്നു. ஆனபடியால் பெற்றோர்கள் பிள்ளைகள் கவனமாய் இருக்க வேண்டும். பெற்றோர்களுக்கு விரோதமாய் நீ பேசக்கூடாது. அது தேவ சமூகத்தில் அக்கிரமமாய் இருக்கிறது. ആകയാൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ നിങ്ങളെ നടത്തുമ്പോൾ അവർക്ക് വിരോധമായി നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ അതൊരു അകൃത്യമാകും. இப்பொழுது உடைந்த இந்த இருதயமானது அக்கிரமமாய் காணப்படுகிறது. ഇപ്പോൾ ഉടഞ്ഞ ഹൃദയം ഒരു അകൃത്യമായി കാണപ്പെടുന്നു. இந்த அக்கிரமத்திலிருந்து தேவன் நம்மை விடுவிக்க சித்தம் கொண்டிருக்கிறார். ഈ അകൃത്യത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. நேற்று தேவன் நம்மை விடுவித்தார். കർത്താവ് നമ്മെ വിടുവിച്ചു. இப்பொழுது நாம் மறுபடியுமாக புதுப்பிக்கப்பட்ட ஒரு பாத்திரமாக தேவ சமூகத்தில் நாம் கடந்து வந்திருக்கிறோம். വീണ്ടും നാം പുതുപ്പിക്കപ്പെട്ട ഒരു പാത്രമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. அடுத்ததாக நாம் ஆண்டவர் குணமாக்க விரும்புகிற காரியம் என்ன? വീണ്ടും ദൈവം സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താകുന്നു? நம்முடைய பின்மாற்ற நிலவரத்திலிருந்து ஆண்டவர் நம்மை குணமாக்க விரும்புகிறார். നമ്മുടെ പിന്മാറ്റ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. பின்மாற்ற நிலவரம் என்றால் என்ன? പിന്മാറ്റ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? தேவனுடைய ஜீவனிலிருந்து அகன்று போகிறதுதான் பின்மாற்றம். ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാകുന്നു പിന്മാറ്റം. அதனால்தான் எரேமியா 3-ാം அதிகாரம் 22-ാം വചനത്തിലെ വാസിക്കും பொழுது, യിരെമ്യാവിന്റെ പുസ്തകം 3:22 വാക്യത്തിൽ വായിക്കുമ്പോൾ, சீர்கெட்ட பிள்ளைகளே நீங்கள் திரும்புங்கள். വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ. வாசிங்க. വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു, നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. சீர்கெட்ட பிள்ளைகளே திரும்புங்கள், உங்கள் சீர்கேடுகளை குணமாக்குவேன் என்றார். இதோ உம்மிடத்தில் வருகிறோம், நீரே எங்கள் தேவனாகிய கர்த்தர். சீர்கெட்ட பிள்ளைகள் என்று சொல்லும் போது பின்மாற்ற நிலவரத்தில் இருக்கிறவர்களை தேவன் திருப்பி கொண்டு வரும்படியாய் விரும்புகிறார். വിശ്വാസത്യാഗികൾ എന്ന് പറയുമ്പോൾ പിന്മാറ്റത്തിലിരിക്കുന്നവ അങ്ങനത്തെ വ്യക്തികളെ ദൈവം തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. பாவம் செய்கிற ஆத்துமா சாகவே சாகும். പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ஆனபடியால் ஆண்டவர் சொல்லுகிறார், இப்பொழுதே நீ ஒரு யூட்டர்ன் அடித்து நீ வருவாய் என்றால் நான் உன்னுடைய சீர்கேடை நான் குணமாக்குவேன். ആകയാൽ ദൈവം പറഞ്ഞു, നീ ഇപ്പോൾ ഒരു യൂട്ടേൺ എടുത്ത് തിരിഞ്ഞു വരികയാണെങ്കിൽ ഞാൻ നിന്റെ പിന്മാറ്റത്തെ മാറ്റിത്തരാം. മനഃപൂർവ്വமாக യേശുவை நேசிக்கிறவர்களாய் நாம் மாற்றப்பட வேண்டும். മനഃപൂർവ്വമായി യേശുവിനെ സ്നേഹിക്കുന്നവരായി നാം കാണപ്പെടണം. சீர்கெட்ட பிள்ளைகள் என்று சொல்லும்போது பின்மாற்ற நிலவரத்திலே இருக்கிற தேவனுடைய பிள்ளைகள் தேவனை அறிந்த பிற்பாடு நீங்கள் பின்மாற்ற நிலவரத்தில் போனால் கர்த்தர் இந்த ராத்திரி வேளையிலே உங்கள் சீர்கேடுகளை சீர்படுத்தும்படியாக உங்களை ஸ்திரப்படுத்தும்படியாக அவர் வாஞ்சிக்கிறார். പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ദൈവമക്കളെ തിരിച്ചു കൊണ്ടുവന്നവരെ ആ പിന്മാറ്റ അവസ്ഥ മാറ്റി നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ ദൈവം ഈ രാത്രി ആഗ്രഹിക്കുന്നു. നാം என்ன செய்ய வேண்டும்? നാം എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്? நாம் திரும்பி வரும்படியாக அறிக்கை செய்ய வேண்டும். നാം മടങ്ങി വരുവാൻ വേണ്ടി ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. திரும்பி வரும்படியாக நாம் அறிக்கை செய்ய வேண்டும். മടങ്ങി വരുവാൻ വേണ്ടി നാം ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. மனப்பூர்வமாக இயேசுவே நான் உன்னை சிநேகிப்பேன் என்று சொன்னால் நிச்சயம் கர்த்தர் உன்னை சீர்கேடுகளை அவர் சரியாக்குவார். മനഃപൂർവ്വമായി കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുന്നു, കർത്താവ് ആ പിന്മാറ്റത്തെ മാറ്റിത്തരും. ஆனபடியால் நம்முடைய வாக்கினாலே வார்த்தையினாலே நாம் கர்த்தர் பக்கமாய் திரும்பி வர வேண்டும். നാം വാക്കുകളാൽ നാം ദൈവത്തിന്റെ പക്ഷത്തേക്ക് തിരിഞ്ഞു വരേണം. ஓசியா தீர்க்கதரிசன புத்தகத்திலே நாம் வாசிக்கும் பொழுது, ഹോശേയയുടെ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ, அங்கே நாம் 14-ാം அதிகாரம் வாசிக்கும் பொழுது, അവിടെ 14-ാം അധ്യായം വായിക്കുമ്പോൾ, முதல் 2 வசனத்தை பார்க்கும் பொழுது, ആദ്യത്തെ 2 വാക്യങ്ങളെ വായിക്കുമ്പോൾ, இஸ்ரவேலே
உன் தேவனாய கர்த்தரிடத்தில் திரும்பு. ഇസ്രായേലേ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. நீ உன் அக்கிரமத்தினால் விழுந்தாய் என்று இங்கே சொல்லப்பட்டிருக்கிறது. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. ஆனால் என்ன செய்ய வேண்டும்? ആകയാൽ എന്താണ് ചെയ്യേണ്ടത്? இரண்டாம் வசனம், வார்த்தைகளை கொண்டு கர்த்தரிடத்தில் திரும்புங்கள். രണ്ടാമത്തെ വാക്യം, നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെന്ന് தேவரீர் எல்லா அக்கிரமத்தை நீக்கி യഹോവേ എല്ലാ അകൃത്യങ്ങളെയും നീക്കി எங்களை தயவாய் அங்கீகரித்தருளும். ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. அப்பொழுது நாங்கள் எங்கள் உதறினாலே உங்களுக்கு துதிகளை பலிகளை செலுத்துவோம். എന്നാൽ ഞങ്ങളുടെ അധരാർപ്പണമായ കാലങ്ങളെ സ്തുതികളെ അർപ്പിക്കും. எங்கள் உதறின் காலங்களை செலுத்துவோம் என்று இங்கே சொல்லப்பட்டிருக்கிறது. അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. நான்காம் வசனத்திலே நாம் பார்க்கும் பொழுது നാലാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ, நான் அவர்களை சீர்கேட்டை குணமாக்குவேன், ഞാൻ അവരുടെ പിന്മാറ്റത്തെ സൗഖ്യമാക്കും. அவர்களை மனப்பூர்வமாய் நான் சிநேகிப்பேன், അവരെ ഞാൻ മനഃപൂർവ്വമായി സ്നേഹിക്കും. என் கோபம் அவர்களை விட்டு நீக்குவேன் என்று அங்கே சொல்லப்பட்டிருக்கிறது. എന്റെ കോപം അവനെ വിട്ട് മാറിയിരിക്കുമെന്ന് പറയുന്നു. ஆண்டவர் உன்னுடைய சீர்கேடு அல்லது உன் பின்மாற்ற நிலவரத்தில் இருந்து உன்னை விடுவிக்கும்படியாக இன்று ராத்திரி அவர் சித்தம் கொண்டிருக்கிறார். കർത്താവ് നിങ്ങളുടെ പിന്മാറ്റത്തെ വിടുവിപ്പാൻ ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്നു. ஆனபடியால் நீ என்ன செய்ய வேண்டும்? ആകയാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ஓ, உன்னுடைய அக்கிரமத்தில் இருந்து நீ திரும்பி வர வேண்டாம். നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിങ്ങൾ മടങ്ങി വരണം. ஆண்டவரே, நான் பின்மாற்ற நிலவரத்தில் இருக்கிறேன், என்னை விடுவியும். കർത്താവേ, ഞാൻ പിന്മാറ്റ അവസ്ഥയിൽ കാണപ്പെടുന്നതിനെ വിടുവിക്കണമേ. பின்மாற்ற நிலவரத்தில் என்னை விடுவிக்க வேண்டுமே. പിന്മാറ്റ നിലവാരത്തിൽ നിന്ന് വിടുവിക്കണമേ. பிசாசு தந்திரம் உள்ளவன். പിശാച് തന്ത്രശാലിയാകുന്നു. எத்தனையோ பேரை பின்மாற்றத்திற்கு இழுத்து கொண்டு போய்விட்டார். എത്രയോ പേരെ പിന്മാറ്റത്തിലേക്ക് ഇഴച്ചു കൊണ്ടുപോയി. 2019-21 വരെ കോവിഡിൻ കാലമായിരുന്നത്. 2019 മുതൽ 21 വരെ കോവിഡിന്റെ നാളുകളായിരുന്നു. அந்த நாட்களிலே பிசாசு என்ன செய்தான்? ആ നാളുകളിൽ പിശാച് എന്താണ് ചെയ്തത്? ஒவ்வொரு தேவாலயங்களை மூட ஆரம்பித்தான். ഓരോ ദേവാലയങ്ങളെ അവൻ അടച്ചു കളഞ്ഞു. மனிதர்கள் சஞ்சரிக்காதபடி நிறுத்திவிட்டான். മനുഷ്യൻ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത ആക്കി കളഞ്ഞു. இவ்வாறாக முழு உலகத்திலே கிறிஸ்துவ தேவாலயங்கள் 6 மாதத்திற்கு அடைக்கப்பட்டது. ഇപ്രകാരം ക്രിസ്തീയ ദേവാലയങ്ങൾ 6 മാസത്തോളം അടയ്ക്കപ്പെട്ട് കിടന്നു. வாலிபர்கள் ஆன்லைன் வழியாக ஆராதிக்கிறோம் என்று சொல்லி ஆராதிக்கிறார்கள். യവനക്കാർ ഓൺലൈൻ വഴി ആരാധിക്കുന്നത് പറഞ്ഞാൽ അവർ ആരാധിച്ചു. எத்தனையோ பேர் இந்த ஆன்லைன் வழியாய் பார்த்து ஆராதிக்கிறார்கள். മുതിർന്നവരും ഓൺലൈൻ വഴി അവർ ആരാധിക്കുകയുണ്ടായി. தேவ சமூகத்துக்கு வந்து ஆராதிக்கிறதும் ஆன்லைன் வழியாய் ஆராதிக்கிறதும் ரெண்டு வித்தியாசமான அனுபவங்கள். ദൈവസന്നിധിയിൽ ആരാധിക്കുന്നതിനും ഓൺലൈൻ വഴി ആരാധിക്കുന്ന രണ്ട് വ്യത്യാസങ്ങളാകുന്നു. அவ்வாறாக இருந்து வாலிபர்கள், எத்தனையோ வாலிபர்கள் இயேசுவை விட்டு, இயேசுவின் ஜீவனை விட்டு அகன்று போய்விட்டார்கள். അപ്രകാരം ഇരുന്ന എത്രയോ യവനക്കാർ യേശുവിൽ നിന്ന് വിട്ട് യേശുവിന്റെ ജീവനിൽ നിന്ന് അവർ അകന്നു പോയി. ஏனென்றால் அவர்களுக்கு அஸ்திவாரத்தை குறித்து அறிவில்லை. എന്നാൽ അവർക്ക് അടിസ്ഥാനത്തെ പറ്റി ഒരു അറിവില്ലായിരുന്നു. இயேசு கிறிஸ்து மூலைக்கல்லாய் இருக்கிறார். യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്നു. அப்போஸ்தலர் தீர்க்கதரிசிகள் அஸ்திவார கற்களாக சபையிலே காணப்படுகிறார்கள். അപ്പോസ്തലന്മാരും പ്രവാചകരും അടിസ്ഥാന കല്ലായി കാണപ്പെടുന്നു. அதற்கு மேலாக ஜீவனுள்ள கல்லாக தேவனுடைய பிள்ளைகள், അതിന്റെ മേളിൽ ജീവനുള്ള കല്ലുകളായ ദൈവമക്കൾ. இந்த அஸ்திவாரத்தை குறித்து அவர்களுக்கு அறிவில்லாமல் போயிற்று. ഈ അടിസ്ഥാന കല്ലിനെ കുറിച്ച് അവർക്ക് അറിവില്ലാതെ சங்கீதக்காரன் கூக்குரலிடுகிறார். ആകയാൽ സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്നു. அஸ்திவாரம் அழிந்து போகிறது, உடைந்து போய் கொண்டிருக்கிறது. ആ അടിസ്ഥാന മൂലക്കല്ല് ഉടഞ്ഞു ஓ, പോയിരിക്കുന്നു. நீதிமான் என்ன செய்வான்? നീതിമാൻ എന്തു ചെയ്യും? நாம் ஒரு ஸ்திரமான அஸ்திவாரத்தின் மேல் இருக்கிறோம் என்ற சத்தியத்தை இந்த ராத்திரி வேளையிலே உங்களுக்கு நான் அறிவிக்கிறேன். നാം സ്ഥിരമായ ഒരു അടിസ്ഥാനത്തിൽ കാണപ്പെടുന്നു. നാം ഈ രാത്രി കാര്യങ്ങളെ അറിയിക്കുന്നു. ஓ, உன்னுடைய பின்மாற்ற நிலவரத்திலிருந்து உன்னை விடுவிக்கும்படியாக இன்றைக்கு கர்த்தருடைய ஆவியானவர் கிரியை செய்ய போகிறார். പിന്മാറ്റ അവസ്ഥയിൽ വിടുവിപ്പാൻ ഈ രാത്രി കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ஓ, பின்மாற்ற நிலவரத்திலிருந்து உன்னை விடுவிக்கும்படியாக. പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ஒருவேளை நீ அழுது கொண்டிருக்கிறாய். ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കാം, நான் என்னுடைய நிலவரம், என்னுடைய கணவனாருடைய நிலவரம் இவ்வாறு இருக்கிறதே, எப்பொழுது விடுதலையாக்கப்படுவேன்? എന്റെ ഭർത്താവിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കുന്നല്ലോ, എപ്പോൾ അവർ വിടുവിക്കപ്പെടും? என் கணவனார் பின்மாற்ற நிலவரத்தில் இருக்கிறாரே, എന്റെ ഭർത്താവ് പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ என் കാണപ്പെടുന്നു. பிள்ளைகள் பின்மாற்ற நிலவரத்தில் എന്റെ இருக்கிறார்கள், മക്കൾ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ என் കാണപ്പെടുന്നു. மனைவி பின்மாற்ற நிலவரத்தில் എന്റെ இருக்கிறார்கள், ഭാര്യ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ என் കാണപ്പെടുന്നു. சகோதரர்கள் பின்மாற்ற நிலவரத்தில் இருக்கிறார்கள். എന്റെ സഹോദരങ്ങൾ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്നു. ஆனால் இன்றைக்கு இயேசுவின் நாமத்தை நீ விசுவாசிப்பாயாக,
என்றார். എന്നാൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, இயேசுவின் வல்லமையை விசுவாசிப்பாய் என்றார். യേശുവിന്റെ ശക്തിയെ വിശ്വസിക്കുന്നുവെങ്കിൽ, இன்று ராத்திரி ஆண்டவர் தாமே, இன்று இரவு ஆண்டவர் ஒரு அற்புதத்தை செய்ய போகிறார். ഇന്ന് രാത്രി കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യുവാൻ പോകുന്നു. நான் ஒரு இடத்திலே ஊழியம் செய்து கொண்டிருந்த போது, ഞാൻ ഒരിടത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ஒரு இடத்திலே டிரான்ஸ்பர் ஆகி போன போது, ഒരിടത്തിൽ മാറ്റമായി പോകുമ്പോൾ, ஒரு 3 வாரம் பிற்பாடு ஒரு சகோதரி என்னிடத்தில் வந்து அழுது கொண்டு இவ்வாறு சொன்னார். 3 ആഴ്ചകൾക്ക് ശേഷം ഒരു സഹോദരന്റെ അടുക്കൽ വന്ന് കരഞ്ഞുകൊണ്ട് പ്രകാരം പറഞ്ഞു, 11 வருடமாக குடும்ப வாழ்க்கை நான் வாழ்ந்து கொண்டிருக்கிறேன். 11 വർഷമായിട്ട് ഞാൻ കുടുംബജീവൻ നയിക്കുന്നു. 2 பெண் பிள்ளைகள் இருக்கிறார்கள். 2 പെൺമക്കളുണ്ട്. என்னுடைய கணவனார் பின்மாற்ற நிலவரத்தில் இருக்கிறார். എന്റെ ഭർത്താവ് പിന്മാറ്റത്തിന്റെ അവസ്ഥയിലിരിക്കുന്നു. கோயிலுக்கு வர மாட்டார். അവർ ആലയത്തിലേക്ക് വരുന്നില്ല. அவர் ஆலயத்துக்கு வர மாட்டார். ആലയത്തിലേക്ക് അവർ വരുന്നില്ല. ஆனால் எங்களை மிகவும் ஆலயத்துக்கு கொண்டு வந்து கார்ல விடுறதுக்கு மிகவும் உற்சாகம் உள்ளவராயிருக்கிறார். എന്നാൽ ഞങ്ങൾ ആലയത്തിലേക്ക് വാഹനത്തിൽ കൊണ്ടുവിടുവാൻ വളരെ ഉത്സാഹമുള്ളവനായിരിക്കുന്നു. ஏனென்றால் அவர் மதுபானத்தை அருந்துகிறார். അവർ ഒരു മദ്യപാനിയാകുന്നു. அவர் 11 வருடம் மதுபானத்தை அருந்துகிறார். അവർ 11 വർഷമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. நான் அவரை போய் பார்த்தேன். ഞാൻ അദ്ദേഹത്തെ പോയി സന്ദർശിച്ചു. பயங்கரமான தோற்றம், ഭയങ്കരമായൊരു രൂപം. ஏதாவது பேசினால் நம்மை மடக்கி விட்டுருவார். அவ்வளவுதான். എന്തെങ്കിലും வார்த்தையினால் மடக்கி விட்டுருவார். നാം എന്തെങ്കിലും പറയുകയാണെങ്കിൽ വാക്കിനാൽ നമ്മെ നിർത്തിക്കളയും. சிலருக்கு உடம்பு இருக்காது, வில் பவர் இருக்கும். ചിലർക്ക് ശരീരം കാണത്തില്ലെന്ന വാക്കിൽ நல்ல மனசு, നല്ല മനസ്സ്, ദാത്രമായ മനസ്സ്. அப்படி பார்த்து ஒரு முறைத்தால் போது நீங்கள் ஆட ஆரம்பித்து ഒന്ന് നോക്കിയാൽ മതി, വിളയ്ക്കുവാൻ തുടങ്ങും. இவரை பிடிக்கும்படியாய் நான் பல சந்தர்ப்பங்களே சாயந்தரம் போயிருக்கேன். ഇവരെ പിടിക്കുവാൻ വേണ്ടി പല സായനകളിൽ അവിടെ പോയി திடீர்னு பாத்ரூம்குள்ள ஏறிடுவார். വേഗത്തിൽ ബാത്റൂമിൽ പോയി പോകണം. பிள்ளைகள் வந்து பாஸ்டர் பச்சை வந்து சொன்னா ஓடி விடுவார். പാസ്റ്റർ പച്ചൻ വന്നത് കുഞ്ഞുങ്ങൾ പറയുമ്പോൾ ഓടി പോയി കളയും. அப்படியே உட்கார்ந்து காத்திருப்பேன். எப்படிதான் ஓடினார் தெரியல, வீட்டை விட்டு வெளியே ஓடிடுவார். അങ്ങനെ ഇവിടെ അയാൾക്കായി കാത്തിരി, പക്ഷെ എങ്ങനെ അയാൾ ഓടിക്കളയുമെന്ന് അറിയത്തില്ല. பயங்கரமான ஒரு நபர், ഒരു ഭയങ്കരമായ ഒരു വ്യക്തി. நான் இந்த சிஸ்டரிடம் சொன்னேன், ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, நீங்கள் அழுது ஜெபிங்க, നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുവീൻ. அவங்க என் மேல் கோபப்பட்டார். അവരെന്നോട് കോപിച്ചു. நான் 11 வருடமாக அழுது கொண்டிருக்கிறேன். ഞാൻ 11 വർഷമായി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. மனிதர்கள் 2 விதத்தில் அழுவார்கள். മനുഷ്യർ 2 വിധത്തിൽ കരയുന്നു. ஒன்று அப்படியே ஸ்டாச்சு போல சிலை போல இருந்து கண்ணீர் வரும், அது உண்மையான அழுகை அல்ல. ഒരു കൂട്ടം പ്രതിമ പോലെ ഇരുന്നുകൊണ്ട് കരയുന്നു, അത് യഥാർത്ഥമായ കണ്ണീരല്ല. சிலருக்கு அந்த கண்ணீர் பார்த்தோன்னா இனி அழுவேண்டாம், விடு நான் ஒன்னும் செய்ய மாட்டேன். ചിലർ കണ്ണുനീര് കാണുമ്പോൾ ഇനി കരയണ്ട എന്ന് പറയും. அது அழுகை அல்ல, അത് ഒരു കണ്ണുനീര് അല്ല. நான் சொன்னேன், உங்கள் இருதயத்தை உடைத்து அழுவுங்கள். ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തെ ഉടച്ച് കരയുവീൻ. நொறுங்கின இருதயத்தை தேவன் புறக்கணியார். തകർന്നതായ ഹൃദയത്തെ ദൈവം തള്ളിക്കളയുകയില്ല. நான் அப்படிதான் அழுதேன்னு சொன்னார்கள். ഞാൻ അപ്രകാരമാകുന്നു കരഞ്ഞതെന്ന് പറഞ്ഞു. நான் சொன்னேன், இப்படி அழுது பாருங்கள், ഇപ്രകാരം നിങ്ങൾ കരഞ്ഞു നോക്കുവീൻ എന്ന് പറഞ്ഞു. ஆனா நல்ல ஒரு விசுவாசி சகோதரி, നല്ല ഒരു വിശ്വാസി സഹോദരി யாரிடம் போய் பரிகாசம் பண்ணவில்லை, ആരോടും പോയി പരിഹസിച്ചില്ല. அவர்கள் அதுபோல் அழுதார்கள். അവർ അതുപോലെ കരഞ്ഞു. நான் சொன்னேன், நீங்க பயப்படாதீங்க. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. நான் உபவாச சமயத்தில் இந்த ஜெபம் பண்ணுகிறேன். ഞാനിത് ഉപവാസ പ്രാർത്ഥനയായി പ്രാർത്ഥിക്കാം. ஜெபிக்க ஆரம்பித்தோம். പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. கர்த்தர் அவரை உடைக்க ஆரம்பித்தார். കർത്താവ് അദ്ദേഹത്തെ ഉടയ്ക്കുവാൻ തുടങ്ങി. கர்த்தருடைய ஆவியானவர் உடைக்க ஆரம்பித்தார். കർത്താവിന്റെ ആത്മാവിനെ ഉടയ്ക്കുവാൻ തുടങ്ങി. அவருடைய இருதயத்தை உடைக்க ஆரம்பித்தார். അവരുടെ ഹൃദയത്തെ ഉടയ്ക്കുവാൻ തുടങ്ങി. ஒரு நாள் 4 கிளாஸ் மதுபானத்தை அறிந்த பிற்பாடு, ഒരു ഗ്ലാസ് 4 ഗ്ലാസ് മദ്യം കഴിച്ചതിന് ശേഷം 5வது கிளாஸுக்கு ஊற்றின பிற்பாடு 5ാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ இவர் வெளியே போய் நின்றார். ഇവർ പുറത്തു പോയി നിന്നു. திடீரென்று ஒரு காற்று, പെട്ടെന്നൊരു പനി, காற்று வந்து அவர் அந்த ஆவி பேசுகிறது. പെട്ടെന്ന് കാറ്റ് വന്ന് ആത്മാവ് സംസാരിക്കുവാൻ തുടങ്ങി. நீ தற்கொலை பண்ண, உனக்கு நான் தற்கொலை பண்ண ஐடியா கொடுக்கிறேன். നീ ആത്മഹത്യ ചെയ്യുക, അതിനുള്ളതായ ആലോചന ഞാൻ നിനക്ക് തരാം. இவர் சண்டே ஸ்கூல் எல்லாம் படித்தவர், வசனம் எல்லாம் தெரியும். ഇവർ സൺഡേ സ്കൂൾ പഠിച്ച് വചനമെല്ലാം അറിയാന്നുള്ള വ്യക്തി. உடனே பயந்து விட்டார். ഉടനെ അവർ ഭയപ്പെട്ടു പോയി. மனிதர்கள் சொன்னபோது கேட்கவில்லை. മനുഷ്യർ പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല. தேவன் பிசாசு கையில ஒப்பு கொடுத்தார். ദൈവം പിശാചിന്റെ കയ്യിൽ വിട്ടുകൊടുത്തു. பிசாசு தற்கொலை பண்ண சொல்லுகிற ஐடியா சொல்லி கொடுத்தார். പിശാച് ആത്മഹത്യക്കുള്ളതായ ഉപായങ്ങൾ പറഞ്ഞു കൊടുത്തു. ஓடிப்போய் அவருடைய அக்கா புருஷனை கட்டிப்பிடித்தார். ഓടിപ്പോയി അവരുടെ സഹോദരിയുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു. பிசாசு கொல்ல பார்க்கிறது. എന്നെ പിശാച് കൊല്ലുവാൻ നോക്കുന്നു. அவர் உடனே என்னை அழைத்தார். ഉടനെ അവർ എന്നെ വിളിച്ചു. நான் சொன்னேன்,
ഹാൾ இருக்குது தாராளமாய் வந்து ஜெபித்துக் கொள்ளுங்கள். ഞാൻ പറഞ്ഞു ഹോളുണ്ട്, ധാരാളമായി വന്ന് പ്രാർത്ഥിച്ചുകൊള്ളുവീൻ. ஆனா நான் ஜெபிக்க மாட்டேன். എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുകയില്ല. விடுதலை வேண்டும் என்றால் அவரே ஜெபித்துக் கொள்ளட்டும். അവർക്ക് വിടുതൽ വേണമെങ്കിൽ അവർ തന്നെ പ്രാർത്ഥിക്കട്ടെ. வர சொன்னேன். വരാൻ പറഞ്ഞു. வந்து அழுது ஜெபிக்க ஆரம்பித்தார். വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. விசிட்டிங் போய் 10:30க்கு வந்தேன். ഞാൻ വിസിറ്റിങ്ങിന് പോയിട്ട് 10:30ക്ക് വന്നു. பார்த்தபோது உருண்டு உருண்டு அழுது கொண்டிருக்கிறார். നോക്കിയപ്പോൾ കിടന്നിങ്ങനെ ഉരുണ്ട് കരയുന്നു. என்னுடைய ஆவியிலே தெரிய வந்தது, இவருக்கு ஆண்டவர் தொட ஆரம்பித்து விட்டார். എന്റെ ആത്മാവിൽ തോന്നി കർത്താവിനെ തൊടുവാൻ തുടങ്ങി. கர்த்தர் பெரிய ஒரு மனம் திரும்புதலை அந்த ராத்திரி கட்டளையிட்டார். കർത്താവ് ഒരു വലിയ മാനസാന്തരത്തെ ആ രാത്രിയിൽ കൽപ്പിച്ചു. அருமையானவர்களே, வீட்டுக்கு வந்து எல்லாம் அந்த பாட்டில் எல்லாம் வீசி விட்டார். പ്രിയമുള്ളവരെ, ഭവനത്തിലേക്ക് പോയിട്ട് എല്ലാ കുപ്പികളും എടുത്ത് എറിഞ്ഞു. ராத்திரி காலங்களில் டிவி பார்ப்பார், அதெல்லாம் கொண்டு போய் குப்பையில் எறிந்து விட்டார். രാത്രി കാലങ്ങളിൽ ടിവി കാണും, അതെല്ലാം കൊണ്ട് കുപ്പയിലിട്ടു. தேவன் ஒரு பெரிய மாற்றத்தை தந்தார். കർത്താവ് ഒരു വലിയ മാറ്റത്തെ വരുത്തി. ஒரு எழுப்புதலின் கூட்டம் அங்கே நடந்தது. അവിടെ ഒരു ഉണർവ് യോഗം നടന്നു. அந்த கூட்டத்திற்கு போய் அவர் அபிஷேகம் புதுப்பித்தார். ആ കൂട്ടത്തിൽ പോയി അവർ അഭിഷേകത്തെ പുതുപ്പിച്ചു. இப்போது நம்முடைய சபை விசுவாசியாய் மாறிவிட்டார். ഇപ്പോൾ അവർ നമ്മുടെ സഭയുടെ വിശ്വാസിയായി മാറ്റപ്പെട്ടു. அபிஷேகம் உள்ளவராய் கர்த்தர் மாற்றி விட்டார். നല്ലൊരു അഭിഷേകമുള്ള വ്യക്തിയായിട്ട് ദൈവം മാറ്റി. சபையிலே தீர்க்கதரிசியாய் மாற்றி விட்டார். സഭയിലെ ഒരു പ്രവാചകനാക്കി മാറ്റി. இன்றைக்கு சத்தியத்திற்காக போராடி கொண்டிருக்கிறார். ഇപ്പോഴും സത്യത്തിന് വേണ്ടി അവർ പോരാടിക്കൊണ്ടേയിരിക്കുന്നു. இது நடந்த சம்பவம். ഇത് നടന്നതായ ഒരു സംഭവം. இது ஒரு அனுபவம். ഇതൊരു അനുഭവമാകുന്നു. எந்த நிலவரத்தில் இருந்தாலும், ഏത് അവസ്ഥയിലായിരുന്നാലും பெற்றோர்களே, நீங்கள் கவலைப்பட வேண்டாம். മാതാപിതാക്കളെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. ஓ கணவன்மாரே, நீங்கள் கவலைப்பட வேண்டாம். ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. மனைவிமாரே, நீங்கள் கவலைப்பட வேண்டாம். ഭാര്യമാരെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. உங்கள் இருதயத்தை உடைப்பீர்கள் என்று, നിങ്ങളുടെ ഹൃദയത്തെ ഉടയ്ക്കുന്നുവെങ്കിൽ, இன்று ராத்திரி உங்கள் இருதயத்தை நீங்கள் உடைப்பீர்கள் ഈ என்று, രാത്രി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഉടയ്ക്കുന്നുവെങ്കിൽ, நொறுங்குண்ட இருதயத்தை தேவன் புறக்கணியார். ആ നുറുങ്ങിയ ഹൃദയത്തെ ദൈവം തള്ളിക്കളയുകയില്ല. அவர் உங்களை விடுவிக்க சித்தம் கொண்டிருக்கிறார். അവൻ നിങ്ങളെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. உங்களை விடுவிக்க சித்தம் கொண்டிருக்கிறார். അവൻ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. அடுத்ததாக நாம் கர்த்தர் யாரை குணமாக்க விரும்புகிறார்? വീണ്ടും കർത്താവിനെയാണ് വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നത്. உங்களுடைய வாழ்க்கையிலே முடமாய் பிசுகி போகாமல் முடமாய் இருக்கிற வாசிங்கள் எபிரேயர் 12ஆம் அதிகாரம், എബ്രായർ 12ആം അധ്യായം அதனுடைய 12-13 வசனத்திலே வாசிக்கும் பொழுது 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ തളർന്ന കൈയും കുഴിഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. ஆகையினால் நெகிழ்ந்த கைகளையும் தளர்ந்த முழங்கால்களையும் நீங்கள் திரும்ப நிமிர்த்தி முடமாயிருக்கிறது பிசகி போகாமல் சொஸ்தமாகும்படிக்கு உங்கள் பாதங்களுக்கு வழிகளை செவ்வைப்படுத்துங்கள். தேவனுடைய நாமத்திற்கு மகிமை உண்டாகட்டும். ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இங்கே நாம் வாசித்ததான வசனத்திலே பார்க்கும் பொழுது, ഇവിടെ നാം വായിച്ചതായ വചനത്തെ നോക്കുമ്പോൾ, எபிரேயர் 12ஆம் அதிகாரம் 12-13 வசனத்திலே வாசிக்கும் பொழுது, എബ്രായർ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, நெகிழ்ந்த கைகளை தளர்ந்த முழங்கால்களை நீங்கள் திரும்ப நிமிர்த்தி, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. முடமாயிருக்கிற பிசகி போகாமல் சொஸ்தமாகும்படி உங்கள் பாதங்களுக்கு வழிகளை செவைப்படுத்துங்கள். മുടന്തുള്ളത് ഉളുക്കി പോകാതെ വണ്ണം ഭേദമാകേണ്ട നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. நெகிழ்ந்த கைகள், നിവർന്ന കൈകൾ. நெகிழ்ந்த கைகள் என்று சொல்லும் பொழுது ரெண்டு விதத்திலே பார்க்கலாம். തളർന്ന കൈ എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിൽ കാണാം. தளர்ந்த கைகளை கர்த்தர் குணமாக்க விரும்புகிறார். തളർന്ന കൈകളെ കർത്താവ് സൗഖ്യം ഗുണമാക്കുവാൻ, எழுத்தின்படி உன் கைகளை பலப்படுத்த விரும்புகிறார். അക്ഷരീയമായ നിങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. கால்களை பலப்படுத்தும்படியாய் விரும்புகிறார். പാദങ്ങളെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ஆவிக்குரிய பிரகாரமாய் படிக்கும் பொழுது, ആത്മീകമായി പഠിക്കുമ്പോൾ, நெகிழ்ந்த கைகள் என்று சொல்லும் பொழுது, തളർന്ന കൈ എന്ന് പറയുമ്പോൾ, கை கிரியைகளை காட்டுகிறது. കൈ നമ്മുടെ പ്രവൃത്തിയെ കാണിക്കുന്നു. நம்முடைய கைகள் கிரியைகளை காட்டுகிறது. കൈ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ കാണിക്കുന്നു. அப்ப நம்முடைய கைகள் ஆண்டவருடைய கிரியை வெளிப்படுத்த வேண்டும். നമ്മുടെ കരങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണം. சங்கீதக்காரன் என்ன சொல்லுகிறான்? സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? கையின் பிரயாசத்தை நீ சாப்பிடுவாய். നിന്റെ കൈയുടെ അധ്വാന ഫലത്തെ നീ തിന്നും. இப்பொழுது கையின் பிரயாசத்தை எத்தனையோ குடும்பங்கள் நாம் உலகத்திலே பார்க்கும் பொழுது, കൈയുടെ അധ്വാന ഫലത്തെ ഓരോ കുടുംബത്തിൽ നോക്കുമ്പോൾ, கையின் பிரயாசத்தை அவர்களால் சாப்பிட முடியாமல் தவித்துக் கொண்டிருக்கிறார். കൈയുടെ അധ്വാന ഫലത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നു. ஏனென்றால் എന്തുകൊണ്ടെന്നാൽ, போலீஸுக்கு காசு கொடுக்கிறார்கள், പോലീസിന് കാശ് കൊടുക്കുന്നു, வக்கீலுக்கு கேஸ் இருக்கிறபடியால் காசு கொடுத்து கொண்டே இருக்கிறார்கள், കേസുള്ളതുകൊണ്ട് വക്കീലിന് കാശ് കൊടുക്കേണ്ടിയിരിക്കുന്നു, வியாதி வல்லமை தாக்கினபடியால் வருடம் மாதம் அவர்கள் காசு செலவு பண்ணி கொண்டிருக்கிறார்கள். രോഗമിരിക്കുന്ന നിമിത്തമായി വർഷം ഇങ്ങനെ കാശ് ചിലവാക്കി
വ്യക്തമാക്കുന്നു. ஆண்டவர் என்ன சொல்லுகிறார்? കർത്താവ് എന്ന് പറയുന്നു, உன் கையின் பிரயாசத்தை நீ சாப்பிடுவாய். നിന്റെ കൈയുടെ അധ്വാന ഫലത്തെ നീ തിന്നും. இன்றைக்கு கையின் பிரயாசத்தை மூன்றாவது ஒரு நபர் எடுத்து கொண்டு போய் கொண்டிருக்கிறார். ഇന്ന് കൈയുടെ അധ്വാന ഫലത്തെ മൂന്നാമത്തെ ഒരു വ്യക്തി എടുത്തുകൊണ്ട് പോകുന്നു. கையின் பிரயாசத்தை சாப்பிட முடியாமல் தவித்துக் கொண்டிருக்கிற എത്രയോ പേർ இந்த உலகத்திலே பார்த்து கொண்டிருக்கிறார். അധ്വാന ഫലത്തെ അനുഭവിക്കാൻ പറ്റാതോളം വ്യാകുലപ്പെടുത്തുന്ന ലോകത്തിൽ കടഭാരത്തിനാൽ കഷ്ടപ്പെട്ടു കൊണ്ടിരിக்கிறார். കടഭാരത്താൽ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വട്ടിക്ക് പണം കൊടുത്തു കൊണ്ടിരിக்கிறார். പലിശയ്ക്ക് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് അன்றாட செலவுக்கு പോലും കാശില്ലാமல் കഷ്ടപ്പെട്ടു കൊണ്ടിരിக்கிறார். ദൈനംദിന ചെലവിന് പോലും പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ஆவிக்குரிய பிரகாரமாக கையின் பிரயாசத்தை சாப்பிட முடியாமல் கை கட்டப்பட்டு காணப்படுகிறது. ആത്മീക ജീവിതത്തിലും അധ്വാന ഫലം അനുഭവിക്കാൻ പറ്റാതെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഓ നെഗിഴ്ந்த கைகளை கர்த்தர் குணமாக்க இன்றைக்கு ராத்திரி சித்தம் கொண்டிருக்கிறார். തളർന്ന കൈകളെ ബലപ്പെടുത്തുവാൻ കർത്താവ് രാത്രിയിൽ മനസ്സായിരിക്കുന്നു. உன் கையின் பிரயாசத்தை ஆசீர்வதிக்கும்படியாக சித்தம் கொண்டிருக்கிறார். നിന്റെ കൈയുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. உனக்கு நஷ்டம் வராதபடி கர்த்தர் உன்னை ஆசீர்வதிக்க சித்தம் கொண்டிருக்கிறார். അനുഗ്രഹിക്കാൻ കർത്താവ് ആഗ്രഹമായിരിക്കുന്നു. நீ ஏன் அலைந்து திரிந்து நடங்க வேண்டாம்? നിങ്ങൾ എന്തുകൊണ്ടാണ് അലഞ്ഞ് തിരി നടക്കണം? நீ ஏன் கடன் வாங்கி ஜீவிக்க வேண்டும்? നിങ്ങൾ എന്തുകൊണ്ടാണ് കടം മേടിച്ചുകൊണ്ട് ജീവിക്കണം? நீ ஏன் അഡ്വക്കേറ്റുக்கு കാശ് കൊടുത്ത് வாழ்க்கையை അഴിച്ചു കൊള്ള வேண்டும்? നിങ്ങൾ എന്തിനാണ് വക്കീൽ പൈസ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കണം? நமக்காக വാദിക്കുம்படியாக ഒരു വഴക്കറിஞர் இயேசு இருக்கிறார். നമുക്കായി വാദിപ്പാൻ ഒരു വക്കീൽ നമുക്കുണ്ടല്ലോ. വേദാഗമത്തിൽ சொல்லப்பட்டிருக்கிறது, he is an advocate. വചനത്തിൽ വായിക്കുന്നവൻ നമുക്ക് അഡ്വക്കേറ്റ് ആയിരിക്കും. അഡ്വക്കേറ്റ് നമുക്കാக இருக்கிறாரே. നമുക്കൊരു വക്കീൽ അഭിഭാഷകൻ. அப்ப நாம் தேவன் நமக்கு அட்வொகேட்டா இருக்கும் பொழுது, ദൈവം നമുക്ക് അഭിഭാഷകനായിരിക്കുമ്പോൾ நாம் ஏன் கவலைப்பட வேண்டும்? നാം എന്തുകൊണ്ട് ഭാരപ്പെടണം? இந்த அட்வொகேட் எப்படி உள்ளவர் தெரியுமா? ഈ അഭിഭാഷകൻ എങ്ങനെയുള്ളവൻ? எப்படி உள்ளவர் தெரியுமா? എപ്രകാരമുള്ളവൻ? பிதாவின் வலது வாரிசத்திலே வீற்றிருந்து இரவும் பகலும் நமக்காக பரிந்து பேசிக் கொண்டிருக்கிற ஒரு நல்ல அட்வொகேட். പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി രാവും പകലും മധ്യസ്ഥം ചെയ്യുന്ന ഒരു കാര്യസ്ഥൻ. இன்றைக்கு சிலர் சொல்வார்கள், நான் ஜெபித்து டயர்டாയി கொண்டிருக்கிறேன். ഇത് ചിലർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് ക്ഷീണിച്ച് തളർന്നു പോയിരിക്കുന്നു. முன்னாட்களை போல ஜெபிக்க முடிகிறதில்லை. മുൻ ആളുകളെ പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ஏதோ இவர்களுடைய பலத்திலே ஜெபிக்கிற மாதிரி காட்டுகிறார். ഏതോ ഇവരുടെ സ്വയബലത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ. அது தவறு, അത് തെറ്റ്. ஆவியானவர் நமக்குள்ளே இருக்கும் பொழுது, ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ அவர் நமக்காக விண்ணப்பங்களும் வேண்டுதலையும் செய்கிறார். അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം യാചനകൾ ചെയ്യുന്നു. உன்னுடைய கைகளை இந்த இரவு பலப்படுத்த விரும்புகிறார். നിങ്ങളുടെ കരങ്ങളെ കർത്താവ് രാത്രികാലം ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. வந்தது என்று நீ உன்னை யோசித்துக்கொள். എന്നാൽ വന്നു എന്ന് നീ ചിന്തിച്ചു കൊള്ളുക. தேவனுக்குரியது நீ கொடுக்காவிட்டால் உன் கைகள் நெகிழ்ந்து காணப்படும். ദൈവത്തിനുള്ള നിങ്ങൾ കൊടുക്കാതിരിക്കും, നിങ്ങളുടെ കൈകൾ തളർന്നു പോകും. உன்னுடைய கையின் பிரயாசம் வேறு வேஸ்டாக போகிறது என்றால் நீ அதை சிந்தித்து மனம் திரும்ப வேண்டும். നിങ്ങളുടെ കൈകളുടെ ഫലം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് മടങ്ങി വരണം. இன்றைக்கு கர்த்தர் உன்னுடைய கைகளை பலப்படுத்த விரும்புகிறார். ഇന്ന് കർത്താവ് നിങ്ങളുടെ കൈകളെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. முடந்தமாய் இருக்கிற கால்களை பலப்படுத்த விரும்புகிறார். മുടന്തമായ കാലുകളെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. எழுத்தின்படி பலப்படுத்த விரும்புகிறார். അക്ഷരീയമായി തന്നെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. முடந்தமான அனுபவத்தில் காணப்படுகிறவர்களை கர்த்தர் நடக்க பண்ண மானை போல ஓட பண்ண விரும்புகிறார். മുടന്തുള്ളതായ അനുഭവത്തിലിരിക്കുന്നവരെ ദൈവം നടക്കുവാനും മാനെ പോലെ ഓടിക്കുവാനും ആഗ്രഹിക്കുന്നു. நடக்கிறது கால்கள் என்று சொல்லும் பொழுது, കാലുകൾ എന്ന് പറയുമ്പോൾ தேவ அன்பினால் நடக்கிற அனுபவத்தை காட்டுகிறது. ദൈവസ്നേഹത്താൽ നടക്കുന്ന അനുഭവത്തെ കാണിക്കുന്നു. இன்றைக்கு தேவ அன்பினால் நாம் நடக்கிறோமா? ഇത് നാം ദൈവസ്നേഹത്താൽ നടക്കുന്നുവോ? தேவ அன்பினால் நிறைந்து நாம் நடந்து கொண்டிருக்கிறோம். ദൈവസ്നേഹത്താൽ നിറഞ്ഞു നാം നടക്കുന്നുവോ? தேவனுடைய அன்பினால் நிறைந்து கொண்டு அவருடைய கற்பனைகளை கைக்கொள்கிறோம். ദൈവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് നമ്മുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. இயேசு கிறிஸ்து என்ன சொன்னார்? കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. மத்தேயு சுவிசேஷம் 22 அதிகாரத்திலே வாசிக்கும் பொழுது, മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിൽ വായിക്കുമ്പോൾ, உன் தேவனாகிய கர்த்தரை നിന്റെ ദൈവമായ യഹോവയെ முழு இருதயத்தோடும் മുഴു ഹൃദയത്തോടും முழு ஆத்துமாவோடும் പൂർണ്ണാത്മാവോടും കൂടി முழு பலத்தோடும் മുഴുബലത്തോടും കൂടി அன்பு கூறுவாயாக. സ്നേഹിക്കണം. மார்க்கின் சுவிசேஷம் 5 அதிகாரத்திலே முழு வல்லமையோடு
அன்பு கூறுவாயாக என்று இயேசு சொன்னார். മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം മുഴുവൻ ബലത്തോടുകൂടെ സ്നേഹിക്കണം. இன்றைக்கு உன்னுடைய நடக்கை எப்படிப்பட்ட நடக்கையாயிருக்கிறது? നിങ്ങളുടെ നടപ്പ് എപ്രകാരമായിരിക്കുന്നു? உன்னுடைய நடக்கை உலகத்தின் பிரகாரமாக உலகத்தின் வேஷத்துக்கு பின்னாலே நீ நடந்து கொண்டிருக்கிறாயா? നിങ്ങളുടെ നടപ്പ് ലോകത്തിന്റെ വേഷത്വമാണോ? அல்லது பிசாசு சொல்லுகிறது போல நீ நடந்து கொண்டிருக்கிறாயா? ഇല്ലെങ്കിൽ പിശാച് പറയുന്ന പോലെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? நீ ரெண்டு எஜமானுக்கு ஊழியம் செய்ய முடியாதே. രണ്ട് യജമാനെ സേവിപ്പാൻ പറ്റത്തില്ലല്ലോ. கர்த்தர் உன்னுடைய கால்களை பலப்படுத்த விரும்புகிறார். കർത്താവിന്റെ പാദങ്ങളെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. தேவன்பினால் தேவ சித்தத்தின்படி நடக்கும்படியாக கர்த்தர் உன் கால்களை இன்றிரவே பலப்படுத்த விரும்புகிறார். ദൈവസ്നേഹത്താൽ ദൈവഹിത പ്രകാരം നടക്കുവാൻ ദൈവം നിങ്ങളുടെ പാദങ്ങളെ ബലപ്പെടുത്തുന്നു. தேவ சித்தமில்லாத வழிகள் அல்ல, தேவ சித்தத்தின்படி உள்ள வழிகள். ദൈവഹിതമല്ലാത്ത വഴികളല്ല, ദൈവഹിത പ്രകാരമുള്ളതായ വഴികൾ. நிறைந்த ஒரு ஜீவியம், அதுதான் ஆண்டவரோடு நடக்கிற அனுபவம். ദൈവസ്നേഹത്താൽ നിറഞ്ഞുള്ള അനുഭവം, അതാണ് ദൈവത്തോട് നടക്കുന്ന അനുഭവം. ஏனோக்கு தேவனோடு நடந்தான் என்று திருவசனத்திலே வாசிக்கிறோம் அல்லவா? ദൈവത്തോട് കൂടെ നടന്നു ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. தேவனோடு கூட நடக்கிற ஒரு ஜீவியம் நாம் செய்யும்படியாய் அழைக்கப்பட்டிருக்கிறோம். ദൈവത്തോട് കൂടെ നടക്കുന്നതായ ഒരു ജീവൻ ചെയ്യുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ராத்திரி இந்த கட்டுகளை கர்த்தர் அவிழ்க்க போகிறார். ഈ രാത്രി ആ കെട്ടുകളെ അഴിക്കുവാൻ പോകുന്നു. கர்த்தர் உன் பின்மாற்ற நிலவரத்தை சீர்கட்டை மாற்ற போகிறார். കർത്താവിന്റെ പിന്മാറ്റത്തിന്റെ അവസ്ഥ വിടുവിക്കുവാൻ விசுவாசிக்கிறேன். എത്ര പേർ വിശ്വസിക്കുന്നു? கரங்களை உயர்த்துங்கள். കരങ്ങളെ ഉയർത്തുവീൻ. கர்த்தரை மகிமைப்படுத்திக் கொண்டே இருங்கள். കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുവീൻ. സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കുവീൻ. ஒரு 5 நிமிடம், ഒരു 5 മിനിറ്റ് ஸ்தோத்திரம் பண்ணி ஆவியிலே பலப்படுங்க. സ്തോത്രം ചെയ്ത് ആത്മാവിൽ ബലപ്പെടുവീൻ. உன்னுடைய கட்டுகளை அவிழ்க்க போகிறார். നിങ്ങളുടെ കെട്ടുകളെ അഴിക്കുവാൻ പോകുന്നു. கையின் பிரயாசத்தை கர்த்தர் அவிழ்க்க போகிறார். നിങ്ങളുടെ അധ്വാന ഫലത്തെ അഴിക്കുവാൻ പോകുന്നു. இனி உன் ஒரு பணமாவது வேஸ்டாக போக போகிறது. നിങ്ങളുടെ ഒരു പണം പോലും നഷ്ടപ്പെടുകയില്ല. கர்த்தர் உன் கையின் பிரயாசத்தை ஆசீர்வதிக்க அந்த கட்டுகளை அவிழ்த்து கொண்டிருக்கிறார். നിങ്ങളുടെ കൈയുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കുവാൻ കെട്ടുകൾ അഴിക്കുന്നു. இனி உன்னை அன்பினால் நடக்க போகிறார். നിങ്ങൾ ആത്മാവ് സ്നേഹത്താൽ നടക്കുവാൻ പോകുന്നു. கர்த்தருடைய கிரியை செய்ய நீ நடக்க போகிறாய். കർത്താവിന്റെ പ്രവൃത്തിക്കത്തോടെ നടക്കുവാൻ പോകുന്നു. உன் பின்மாற்ற நிலவரத்திலிருந்து உன்னை விடுவிக்க போகிறார். നിങ്ങളുടെ പിന്മാറ്റ നിലവാരത്തിൽ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. நீ இருதயத்திலே பரிகாசம் பண்ணாதே. നീ ഹൃദയത്തിൽ പരിഹസിക്കാതെ. நீ இருதயத்திலே பரிகாசம் பண்ணாதே. നീ ഹൃദയത്തിൽ പരിഹസിക്കാതെ. தேவன் சர்வ வல்லமையுள்ள தேவன். നമ്മുടെ ദൈവം സർവശക്തിയുള്ളവനായ ദൈവം. விடுவிக்க சித்தம் கொண்டிருக்கிறார். അവൻ നിങ്ങളെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. இரவே ഈ രാത്രിയിൽ உன் കുടുംബ வாழ்க்கைയിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ கட்டுகள் அவிழ்த்துக்கொண்டு കെട്ടുകൾ അഴിച്ചുകൊണ്ടേയിരിക്കുന്നു. விசுவாசிப்பாயா? നീ വിശ്വസിച്ചുകൊണ്ട് கூட்டம் முடிந்த பிற்பாடு ഈ കൂട്ടം അവസാനിച്ചു வீட்டுக்கு போகும்போது നിങ്ങൾ ഭവനത്തിലേക്ക് പോകുമ്പോൾ கர்த்தருடைய விடுதலையின் கட்டுகள் அவிழ்த்ததை நீ மகிமைப்படுத்த போகிறாய். നിങ്ങളുടെ കെട്ടുകൾ അഴിക്കപ്പെടുന്ന അനുഭവത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുന്നു. விரிவாய் துற. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക. கர்த்தர் நன்மையால் நிறைக்கட்டும். കർത്താവ് നന്മയാൽ നിറയ്ക്കട്ടെ. வாயை வெட்கப்படாதே. നീ ലജ്ജിക്കേണ്ട, வெட்கப்படாதே. കാണിക്കേണ്ട. கர்த்தாவே, കർത്താവേ, நான் ஒரு പിന്മാറ്റക്കാരൻ. ഞാനൊരു പിന്മാറ്റക്കാരൻ. ஆண்டவர் ஆலயத்தில் வந்தும் பின்மாற்ற நிலவரத்தில் இருக்கிறேன். ദൈവമേ, ആലയത്തിൽ വന്നിട്ടും ഒരു പിന്മാറ്റക്കാരനായിരിക്കുന്നു. நேசிக்க முடியவில்லை. എനിക്ക് നിന്നെ സ്നേഹിക്കുവാൻ പറ്റുന്നില്ല. நேசிக்க முடியவில்லை. എന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. பிரமாணத்தை கைக்கொள்ள முடியவில்லை. അവരുടെ പ്രമാണത്തെ അനുസരിപ്പാൻ പറ്റുന്നില്ല. கையின் பிரயாசம் எல்லாம் എന്റെ അധ്വാന ഫലങ്ങളെല്ലാം சத்துரு கொண்டு போகிறது. ശത്രു കൊണ്ടുപോകുന്നല്ലോ. என் கையின் பிரயாசத்தை எல்லாம் എന്റെ കയ്യിൽ അധ്വാന ഫലത്തെ பிசாசு கொண்டு போகுது. പിശാച് കൊണ്ടുപോകുന്നു. தேவ சித்தமல்ல. അത് ദൈവഹിതമല്ല. இன்றைக்கு இரவே ഈ രാത്രിയിൽ கர்த்தாவே அந்த கட்டுகளை அவிழ்க்க வேண்டும். കർത്താവേ, കെട്ടുകൾ അഴിക്കണമേ. அன்பினால் நான் நடக்கட்டும். സ്നേഹത്താൽ ഞാൻ നടക്കട്ടെ. அன்பினால் கிரியை செய்யட்டும். സ്നേഹത്താൽ ഞാൻ പ്രവർത്തിക്കട്ടെ. எல்லாரும் வாயை திறந்து அந்நிய பாஷைகளை பேசு. എല്ലാവരും വായത്തുടർന്ന് അന്യ ഭാഷയിൽ സംസാരിക്കുവീൻ. ஆவியிலே தேவனை ஆராதனை செய்யும். ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവീൻ. செய்யும்போது விடுதலை உண்டாகும். അങ്ങനെ ചെയ്യുമ്പോൾ വിടുതലുണ്ടാകും. புதிதாக வந்தவர்கள் പുതിയതായിട്ട് വന്നവർ இயேசுவே என்று கூப்பிடு. യേശുവേ എന്ന് വിളിക്കുവീൻ. இயேசுவே என்று கூப்பிடு. യേശുവേ എന്ന് വിളിക്കുവീൻ. வியாதியின் வல்லமை இருந்தால் രോഗത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ இயேசுவே என்னை ரட்சியா. യേശുവേ എന്നെ രക്ഷിക്കണമേ. இயேசுவே என்னை விடுதலையாக்கு. യേശുവേ എന്നെ വിടുവിക്കണമേ. நீ அப்படி சொன்னால் നീ അങ്ങനെ പറയുന്നുവെങ്കിൽ இரவே ഈ രാത്രിയിൽ ഈ രാത്രിയിൽ இயேசுவின் வல்லமை, യേശുവിന്റെ ശക്തി, இயேசுவின் அதிகாரம் യേശുവിന്റെ അധികാരം உன் வியாதி வல்லமை கட்டுகளை அவிழ்க்கிறது. രോഗശക്തിയെ അഴിക്കുന്നു.
ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ யாரும் மௌனமாய் இருக்க கூடாது ആരും മൗനമായിരിക്കരുത് வாயை திற വായ തുറക്കുവീൻ വായ തുറക്കു விடுதலை பெற்றுக்கொள்ளுகிற வாயை திறங்க വിടുതൽ ആഗ്രഹിക്കുന്നവർ വായ തുറക്കുവീൻ கர்த்தர் விடுதலை விடுவிக்க போகிறார் കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു நீ வந்தது வெறுமையாக நீ வந்தாய் നിങ്ങൾ വന്നത് വെറുതെ വന്ന പോലെയല്ല ஆனால் நீ நிறைவாக போக வேண்டும் നിങ്ങൾ ഹല്ലേലൂയ. പോകണം நிறைவாக போக வேண்டும் നിറവോടെ നിങ്ങൾ வாயை திற வாயை திற വായ തുറക്കുവീൻ அந்நிய பாஷையிலே பேசு അന്യഭാഷ வல்லமை സംസാരിക്കുവീൻ வல்லமை நம்மிலிருந்து புறப்பட ശക്തി നമ്മിൽ നിന്ന് പുറപ്പെടട്ടെ Hallelujah. 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 Rabakashakatai. Haikatina balakatai. Lamania darasia rabakatai. Holy manathanachia. Hallelujah. Praise the Lord. Sotram sotram. Vallameyal vidudalaye. Vallameyal vidudalaye. வல்லமை வல்லமை வல்லமையா விடுதலையே வல்லமையா விடுதலை வல்லமையால் விடுதலை வல்லமை வல்லமை வல்லமையால் விடுதலை வல்லமையால் விடுதலை வல்லமையால் விடுதலை வல்லமை வல்லமை வல்லமையால் விடுதலை வல்லமையால் விடுதலை வல்லமையால் விடுதலை வல்லமை வல்லமை வல்லமையால் விடுதலை வல்லமை வல்லமை வல்லமையால் விடுதலை கட்டுடாய் தபக்கரபல கட்டுடாய் தபக்கர லோய் திபிக்கதபல கட்டுடவல லோய் தபக்கசகடாய் லோய் திபிக்கதபல Amen. Hallelujah. Rabakatidai dabakadabala katidai. Hey, dabala katidai. Amen. Hallelujah. Praise the Lord. Hallelujah. Amen. Hallelujah. Amen. എത്ര പേർ ആവിയിലെ ഉണരുകയാണ് എത്ര പേർ ആത്മാവിൽ അനുഭവം അറിയുന്നു കർത്തരുടെ കരം ക്രിയ ചെയ്യാൻ ആരംഭിച്ചു കർത്താവിന്റെ കരം പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഗുണമാക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവിനെ സൗഖ്യമാക്കിക്കൊണ്ടേയിരിക്കുന്നു കർത്താവിനെ വിടുതലാക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവിനെ വിടുവിച്ചുകൊണ്ടേയിരിക്കുന്നു ആവിയിലെ ഉണർറിയ എത്ര പേർ ആത്മാവിൽ അറിയുന്നു ആവിയിലെ ഉണർറിയ അത് ആത്മാവിൽ എത്ര പേർ അനുഭവിക്കുന്നു ആമേൻ ഹല്ലേലൂയ തരാബാല ശകടബാല കത്തുടായി Hallelujah. Praise the Lord. Hallelujah. 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 Amen. Hallelujah. Amen. Hallelujah. இப்பொழுது நாம் விசுவாசித்து விட்டோம் ഇപ്പോൾ നാം വിശ്വസിച്ചിരിക്കുന്നു സന്ദേഹപ്പെടവേ കൂടാ നാം സംശയിക്കരുത് കർത്തർ വിടുവിത്താർ കർത്താവ് വിടുവിച്ചു കർത്തരിൻ കുടുംബ வாழ்க்கையை அவர் திருப்பி விட்டார் കർത്താവ് നമ്മുടെ കുടുംബജീവിതത്തെ തിരിച്ചുവിട്ടിരിക്കുന്നു കെട്ടുകളെല്ലാം അഴിച്ചു വിട്ടാർ കെട്ടുകളെല്ലാം അഴിച്ചുവിട്ടിരിക്കുന്നു വിടുതലാക്കപ്പെട്ടേ ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവർ എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തോത്രിപ്പോ വിശ്വസിക്കുന്ന കരങ്ങളെത്തി സ്തോത്രം ചെയ്യുവീൻ സ്തോത്രം 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 സോദരം 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 Praise the Lord. அடுத்தபடியாக தலைகளை நேராக நோக்கி பார்க்கிற ஒரு கூட்டத்தார் അടുത്തതായിട്ട് തലകളെ നേരെ നോക്കുന്നതായ ഒരു കൂട്ടം പേർ அவர்கள் யார் അവരാരാകുന്നു அவர்கள் கர்த்தராகிய இயேசு கிறிஸ்துவின் இரத்தத்தினால் மீட்டெடுக்கப்பட்ட கூட்டத்தார் അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാകുന്നു அல்லது രക്ഷിப்பை கிறிஸ்து இயேசுவினால் രക്ഷിப்பை அடைந்த நபர்கள் ക്രിസ്തു യേശുവിൽ കൂടെ രക്ഷയുടെ അനുഭവത്തെ പ്രാപിച്ച அந்த രക്ഷിக்கப்பட்ட கூட்டத்தார் ആ രക്ഷിക്കപ്പെട്ടതായ കൂട്ടർ கிறிஸ்துவின் அந்த பிரமாணத்தை கைக்கொண்டு ஜீவிக்கும்படியாய் விரும்புகிற கூட்டத்தார் അവർ ക്രിസ്തുവിന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനം ஞானஸ்தானத்தை எடுத்து
ജലസ്നാനമെടുത്ത് பரிசுத்தாவின் அபிஷேகத்தை பெற்று പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് அவர்கள் ஒரு திருப்தியுள்ள ஒரு வாழ்க்கை வாழ்ந்து கொண்டிருக்கிறார். അവർ ഒരു തൃപ്തികരമായ ഒരു ജീവിതം നയിക്കുന്നവരാകുന്നു. அவருடைய அனுபவங்கள் என்ன? അവരുടെ അനുഭവം എന്താകുന്നു? ഞാൻ രക്ഷിക്കപ്പെട്ടேன், ജ്ഞാനസ്നാനം എടുത്തേൻ, പരിശുദ്ധാവിൻ അഭിഷേകം പെற்றுകൊണ്ടേൻ. ഞാൻ രക്ഷിക്കപ്പെട്ടു, ജലസ്നാനം സ്വീകരിച്ചു, അഭിഷേകവും പ്രാപിച്ചു. இவர்கள் தான் நேராக நோக்கி பார்க்கிற கூட்டத்தார். ഇവരാകുന്നു നേരെ നോക്കുന്നതായ കൂട്ടർ. ஆனால் கிறிஸ்துவினுடைய அந்த அறிவுக்கு அந்த வளர்ச்சிக்கு அடையும்படியாக விரும்பாத ஒரு கூட்டத்தார். എന്നാൽ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവിനെ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടം പേര്. அவர்கள் என்ன செய்வார்கள்? അവർ എന്താണ് ചെയ്യുന്നത്? அவர்கள் രക്ഷിപ്പടஞ்சாச்சி பரிசுத்தாவின் அபிஷேகம் பெற்றுவிட்டேன் ஆனபடியால் நான் பரலோகத்துக்கு போவேன். ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു, അതുകൊണ്ട് ഞാൻ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് അറിയുന്നു. ஏனென்றால் இயேசு என்ன சொன்னார்? എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? ஒருவன் ஜலத்தினாலும் ஆவியினாலும் பிறவாவிட்டால் தேவனுடைய ராஜ்யத்துக்கு பிரவேசிக்க முடியாது. ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. இப்படி ஒரு இயேசுவின் பிரமாணத்தை நிறைவேற்றினபடியால் நானும் பரலோகத்துக்கு காணப்படுவேன் என்று சொல்லி ஒரு திருப்திகரமான ஒரு ஜீவியத்தை செய்து கொண்டிருக்கிற ஒரு கூட்டத்தார். യേശുവിന്റെ പ്രമാണത്തെ ഞാൻ അനുസരിച്ചതുകൊണ്ട് ഞാൻ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് അങ്ങനെ ആശിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം പേർ. தேவாலயத்திலே 2 பேர் போய் சென்று ஜெபித்தார்கள். ദേവാലയത്തിലേക്ക് 2 പേർ പോയി പ്രാർത്ഥിച്ചു. அதிலே ஒருவன் என்ன எப்படி ஜெபித்தான்? അതിൽ ഒരുവൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ஆண்டவரே, இந்த மனிதனை போல பாவியாய இந்த மனிதனை போல இல்லாதபடியால் உம்மை நான் வாழ்த்துகிறேன். ദൈവമേ, പാപിയായി മനുഷ്യനെ പോലെ ഞാൻ അല്ലായകെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. அவன் என்ன செய்கிறான்? അവൻ എന്താണ് ചെയ്യുന്നത്? ലൂക്കാവിൻ സുവിശേഷം 18-ാം അധ്യായം 10-ാം വചനത്തിലെ വാസിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ இப்பொழுது நேரமில்லை, എല്ലാം വായിക്കുവാൻ ഇപ്പോൾ സമയമില്ല. இங்கே அவர்கள் தேவாலயத்தில் போன பரிசேயன் மற்றவன் ஆயக்காரன். ദേവാലയത്തിലേക്ക് പോയി ഒരുവൻ പരീശനും മറ്റവൻ ചുങ്കക്കാരനും. தேவாலயத்திலே பரிசேயன் நின்று எப்படி ஜெபிக்கிறான்? ദേവാലയത്തിൽ നിന്ന് പരീശൻ പ്രകാരമാണ് പ്രാർത്ഥിച്ചത്. ஆண்டவரே, நான் பரிகாரி, அநியாயக்காரன், விபசாரக்காரன் ஆகிய மற்ற மனுஷரை போலும் இந்த ஆயக்காரனை போலும் இராதினால் உம்மை ஸ்தோத்தரிக்கிறேன். ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായക നിന്നെ വാഴ്ത്തുന്നു. வாரத்தில் 2 தரம் நான் உபவாசிக்கிறேன். ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നു. சம்பாத்தியம் எல்லாம் தசமாக செலுத்தி வருகிறேன். എന്റെ സമ്പാദത്തിൽ ഞാൻ ദശാംശമെല്ലാം അർപ്പിക്കുന്നു என்று தனக்குள்ளே தானே ஜெபித்துக் கொண்டு എന്ന് പ്രകാരം താൻ തനിക്കുള്ളിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ஆயக்காரனும் அப்படி அல்ல. എന്നാൽ ആ ചുങ്കക്കാരൻ അപ്രകാരമല്ല. தூரத்தில் நின்று അവൻ ദൂരത്തിൽ നിന്നുകൊണ്ട് தன் കണ്ണുകളെ വാനത്തിற்கு നേരാக എടുത്തുകൊണ്ട് അവൻ തന്റെ കണ്ണുകളെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വാനത്തിற்கு എടുക്ക തുണിയാമൽ അവൻ என்ன செய்கிறான்? അവൻ സ്വർഗ്ഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ എന്താണ് ചെയ്തത്? മാർവിലെ അടിത്തുകൊണ്ട് അവൻ തന്റെ മാർവിൽ അടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്മേൽ കിരുബയായിരും என்றார். പാപിയായ എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ കർത്താവ് അങ്ങ് என்ன சொல்லுகிறார்? അപ്പോൾ അവിടെ കർത്താവ് എന്നാണ് പറയുന്നത്? അവനല്ല, ഇവനെ നീതിമാനാക്കപ്പെട്ടവനായി തൻ വീട്ടിற்கு திரும்பி போவான். അവനല്ല, ഇവനത്രേ നീതിമാനായി തന്റെ ഭവനത്തിലേക്ക് പോയത്. ஏனென்றால் தன்னைத்தான் உயர்த்துகிறவன் தாழ்த்தப்படுகிறான். എന്തുകൊണ്ടെന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. தன்னைத்தான் தாழ்த்துகிறவன் உயர்த்தப்படுகிறான். തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. இங்கே நேராக நிற்கிறவர், நேராக நோக்கி பார்க்கிறவருடைய அனுபவம் இதுதான். മേലോട്ട് നോക്കുന്നവരുടെ അനുഭവം ഇതാകുന്നു. நான் எனக்கு எல்லா தகுதிகள் இருக்கிறது, എനിക്ക് എല്ലാവിധമായ യോഗ്യതകളും ഉണ്ട്. ஏன் இந்த ஸ்தானம் கிடைக்கவில்லை? എന്തുകൊണ്ട് ഈ സ്ഥാനം എനിക്ക് ലഭിച്ചില്ല? எனக்கு எல்லாம் தகுதி இருக்கிறது, എനിക്ക് എല്ലാവിധമായ യോഗ്യതയുണ്ടല്ലോ. ஏன் என்னை ஜெபிக்க வைக்கவில்லை? എന്തുകൊണ്ട് പ്രാർത്ഥിപ്പാൻ പറ്റുന്നില്ല? இவர்கள் நேராக நோக்கி பார்க்கிற கூட்டத்தார். ഇവർ മേലോട്ട് നോക്കുന്നതായ ജനം. இஸ்ரவேலை குறித்து நாம் படிக்கும் பொழுது, ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ரோமர் நிருபம் 9-ാം അധികാരം 4-ാം വചനത്തിൽ മുതൽ വാസിക്കും പൊழுது, റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ அங்கே நாம் என்ன வாசிக்கிறோம்? അവിടെ നാം എന്താണ് വായിക്കുന്നത്? அவர்கள் இஸ்ரவேல் புத்திர ஸ்வீகாரம் உள்ளவர்கள், പുത്രസ്വീകാരമുള്ളവർ അവരെ പറ്റി പറയുന്നു. அவர்கள் மகிமை உள்ளவர்கள், അവർ മഹത്വമുള്ളവർ, அவர்கள் உடன்படிக்கைகளும் அவருக்கு உண்டு, അവർ പ്രമാണങ്ങളും അവർക്കുള്ളത്. ന്യായപ്രമാണം ഉണ്ട്, ന്യായപ്രമാണമുണ്ട്, ദേവാരാധന ഉണ്ട്, ദൈവാരാധനയുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. അവർ എല്ലാം അവர்களுடையது, എല്ലാം അവർക്കുള്ളത്. പിതാക്കൾ അവர்களுடையவர்கள், പിതാക്കന്മാരും അവർക്കുള്ളത്. മാംസത്തിൻപടി ക്രിസ്തു അവരിൽ தானே பிறந்தார், ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്ന് ജനിച്ചു. അവർ എല്ലാം ഉണ്ട്, അവർക്ക് എല്ലാം അവർക്കുണ്ട്. ஆனால் என்ன സംഭവിக்கிறது? എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? പെരുമയായി പേശുகிறாർ, അവർ നിഗളിച്ച് സംസാരിക്കുന്നു. ഞങ്ങൾ ആബ്രഹാമിൻ സന്തതിയാണ്, ഞങ്ങളെല്ലാം അബ്രഹാമിന്റെ മക്കൾ, ഞങ്ങളെല്ലാം അവരുടെ പിള്ളകളല്ലവോ, ഞങ്ങൾ അവരുടെ മക്കളല്ലയോ, ഞങ്ങൾ ഈസാക്കിൻ സന്തതി വിളങ്ങും എന്ന് சொல்லப்பட்டிருக்கிறது. ഞങ്ങൾ ഇസ്ഹാക്കിനുള്ളവരെന്ന് പറഞ്ഞിരിക്കുന്നു. இவராக
அவர்கள் வாக்குத்தத்தத்தை குறித்து, ഇവരിങ്ങനെ വാഗ്ദത്തങ്ങളെ കുറിച്ച്, உடன்படிக்கையை குறித்து പ്രമാണങ്ങളെ കുറിച്ച് எல்லாம் பெருமையாய் பேசுகிறார்கள். ഇതിനെപ്പറ്റി ഒരു പ്രശംസയായി സംസാരിച്ചു കൊണ്ടിരുന്നു. ஆனால் ஆண்டவர் என்ன சொல்கிறார்? എന്നാൽ ദൈവം എന്ത് പറയുന്നു? எவன் மேல் நான் சித்தமாய் இறங்க சித்தமாயிருக்கிறேனோ அவன் மேல் இறங்க சித்தமாயிருக்கிறேன். ഇവനോട് കരുണ കാണിക്കണം, അവനോട് ഞാൻ കരുണ കാണിക്കും. ஏன் அப்படி ஆண்டவராய் இயேசு கிறிஸ்து கூற காரணம் என்ன? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ പറയുവാൻ കാരണം? இயேசு அவர்களுடைய சொந்தமாய் வந்தார், அவர்களோ இயேசுவை ஏற்றுக்கொள்ளவில்லை. യേശു അവരുടെ സ്വന്തത്തിലേക്ക് വന്നാൽ അവർ യേശുവിനെ സ്വീകരിച്ചില്ല. இயேசுவை அவர்கள் கைக்கொள்ளவில்லை. യേശുവിനെ അവർ കൈക്കൊണ്ടില്ല. சொந்தமாய் வந்தார், ஆனால் அவர்கள் கைக்கொள்ளவில்லை. സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. യോവാൻ സുവിശേഷം 1-ാം വചനത്തിലെ ഇதை വാസിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇത് വായിക്കുന്നു. ஆனபடியால் தான் இயேசு சொன்னார், ആകയാൽ യേശു പറഞ്ഞു, எவன் மேல் இரக்கமாய் சித்தமாயிருக்கிறேனோ அவன் மேல் நான் இறங்குவேன். എനിക്ക് കരുണ തോന്നും എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും. அவன் மேல் நான் இறங்குவேன். അവനോട് ഞാൻ കരുണ തോന്നും. அவன் மேல் நான் உடன்படிக்கை பண்ணுவேன். അവനോട് ഞാൻ നിയമം ചെയ്യും. அதனால் தான் அவர்கள் நேராக பார்த்து கொண்டிருக்கிறவர்கள். അവരാണ് നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നവർ. இன்றைக்கு வரையும் இயேசுவை நேசிக்கவில்லை. ഇന്ന് വരെയും യേശുവിനെ അവർ സ്നേഹിച്ചിട്ടില്ല. ஜாதிகளாகிய நம்மை கர்த்தர் நம்மை சுதந்திரவாளிகளாய் நம்மை மாற்றி இருக்கிறார். പുറജാതികളാൽ നമ്മെ വാഗ്ദത്ത സന്തതികളാക്കി ദൈവം നമ്മെ മാറ്റി. ஒரு காலத்திலே பாவத்தின் இருளில் இருந்த நம்மை, ഒരു കാലത്തിൽ പാപത്തിന്റെ ഇരുളിലിരുന്ന നമ്മെ கர்த்தர் நம்மை அழைத்து கொண்டு வந்தார். കർത്താവ് നമ്മെ വിളിച്ചു കൊണ്ടുവന്നു. இருளில் இருந்த நம்மை, ഇരുളിൽ ഇരുന്നതായ നമ്മെ நம்மை வெளிச்சத்திற்கு கொண்டு வந்தாரே. നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. அவர் நமக்காக ஜீவனை தந்து, അവൻ നമുക്ക് വേണ്ടി ജീവനെ തന്ന്, அந்த ஜீவன் மனுஷருக்கு ஒளியாயிற்றே. ഈ ജീവൻ മനുഷ്യന് വെളിച്ചമായി തീർന്നു. அவர் நம்மை இருளிலிருந்து நம்மை மீட்டு, അവൻ നമ്മെ ഇരുട്ടിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത്, இருளின் அதிகாரத்திலிருந்து நம்மை விடுதலையாக்கி, ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, அவருடைய அன்பின் குமாரனுடைய ராஜ்யத்தை ஆகிய சபையிலே நம்மை ஆக்கி வைத்தாரே. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യമായ സഭയിൽ നമ്മെ ആക്കി വെച്ചു. ஆனபடியால் நம்மை அவர் അൻപിൻ കുമാർ രാജ്യത്തിലെ இப்பொழுது நாம் காணப்படுகிறோம். ഇപ്പോൾ നാം സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ കാണപ്പെടുന്നു. ஆனபடியால் நாம் ஒரு திருப்தி உள்ள ஒரு ஜீவியம் செய்யக்கூடாது. ആകയാൽ നാം തൃപ്തികരമായ ഒരു ജീവൻ നയിക്കുവാൻ പാടില്ല. ஒரு மாங்காவை நான் பழுத்த மாங்காவை சாப்பிட்டால், ഒരു പഴുത്ത മാങ്ങ ഭക്ഷിക്കുന്നുവെങ്കിൽ சாப்பிட்டு கொண்டு இருக்கும்போது அது என்ன செய்யும்? അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? அது திருப்தி உள்ள அனுபவத்தில் வந்து சேரும். അത് തൃപ്തികരമായ ഒരു അനുഭവത്തിൽ വന്നെത്തുന്നു. திகற்ற அனுபவத்திலே வந்து சேரும். തികറ്റുന്ന അനുഭവത്തിലേക്ക്. அதாவது இனி என்னால சாப்பிட முடியாது, இனி ருசியா என்ன- இருக்குது, சாப்பிட முடியாது. ഇത് ഇനി എനിക്ക് ഭക്ഷിപ്പാൻ കഴിയില്ല. ருசி உள்ளது, രുചിയുണ്ട്, ஆனால் இனி என்னால் முடியாது. എന്നാൽ ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല. ஆனால் இயேசு அப்படி அல்ல. എന്നാൽ യേശു അങ്ങനെയല്ല. ருசிக்கதான் இன்பம் உண்டாகும். അത് രുചിക്കും തോറും അത് അനുഭവിക്കുവാൻ കഴിയും. சிலர் நான் இன்றைக்கு ஜெபித்தேன், ചിലർ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു, இன்றைக்கு ஸ்தோத்திரம் பண்ணினேன், ഇന്ന് സ്തോത്രം ചെയ്തു, இன்றைக்கு இத்தனை அதிகாரம் பைபிள் வாசித்தேன். ഇന്ന് ഇത്ര അധികാരം ഞാൻ വേദപുസ്തകം വായിച്ചു. அது நியாயப்பிரமாணம். അതൊരു ന്യായപ്രമാണം. ஆனால் எப்படி நீ வாசித்தாய்? എന്നാൽ എപ്രകാരമാണ് നീ വായിച്ചത്? வசனத்தை நேசித்து நேசித்து வாசித்தாயா? വചനത്തെ സ്നേഹിച്ച് വായിച്ചുവോ? இயேசு என்ன சொல்லுகிறார்? യേശു എന്താണ് പറയുന്നത്? ஒருவன் என்னில் அன்பு கூர்ந்தால் ഒരുവൻ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ அவன் என் கற்பனைகளை கைக்கொள்ளுவான். അവൻ എന്റെ കൽപ്പനകളെ കൈക്കൊള്ളും. யோவான் சுவிசேஷம் 1-ാം வசனத்திலே நாம் வாசிக்கும்போது, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വായിക്കും, அந்த வார்த்தை ஆதியிலே அந்த வார்த்தை இருந்தது, ആദിയിൽ ആ വചനം ഉണ്ടായിരുന്നു, அந்த வார்த்தை தேவனிடத்தில் இருந்தது, ആ വചനം ദൈവത്തിങ്കലായിരുന്നു, வார்த்தை தேவனாய் இருந்தது. ആ വചനം ദൈവമായിരുന്നു. ஒவ்வொரு வார்த்தைகளும் இயேசு இயேசு என்று சொல்லப்பட்டு கொண்டிருக்கிறது. ഓരോ വാക്കുകളും യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. நீங்கள் சுவாசத்தை உள்ளே വലിத்து வெளியே விடுங்கள். നിങ്ങൾ ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ച് പുറത്തോക്ക് വിടുവീൻ. உள்ளே വലിக்கும் பொழுது, ഉള്ളിലേക്ക് വലിക്കുമ്പോൾ வெளியே விடும்போது சோ, പുറത്തേക്ക് വിടുമ്പോൾ ശു. மனிதன் சுவாசிக்கும் பொழுது கூட இயேசுதான். മനുഷ്യൻ ശ്വസിക്കുമ്പോഴും യേശു തന്നെയാകും. இயேசு 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 യേശു യേശു യേശു. நாம் ஒரு ஏதோ கடமைக்கு வந்து உட்கார்ந்து போகிறவர்கள் அல்ல. നാം ഒരു കടമയ്ക്കായി വന്നിരിക്കുന്നവരല്ല. கிறிஸ்துவ உலகம் என்று சொல்லும்போது, கிறிஸ்துவை பின்பற்றுகிறவர்கள் என்று சொல்லும்போது கடமைக்காக வந்து போகிற அனுபவம் அல்ல. ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ യേശുവിനെ പിൻഗമിക്കുന്നവർ കടമയ്ക്കായി വന്നു പോകുന്നവരല്ല. ആദികാലങ്ങളിലെ പെന്തിക്കോസ്തിന്റെ അനുഭവത്തെ കുറിച്ച് നാം കേൾവിപ്പെടുമ്പോൾ, ആരംഭനാളിൽ പെന്തക്കോസ്തിന്റെ അനുഭവത്തെ കുറിച്ച് നാം കേൾക്കുമ്പോൾ, സത്യത്തിற்காக அவர்கள் ஜீவனை விட்ட எத்தனையோ தேவ ஊழியர்களும் விசுவாசிகளும் நாம் சபையிலே பார்த்திருக்கிறோம். സത്യത്തിനായി ജീവനെ കൊടുത്ത എത്രയോ ശുശ്രൂഷകരെയും വിശ്വാസികളെയും നാം സഭയിൽ കാണുന്നു. ஆனால் இன்றைக்கோ மரண பயம். എന്നാൽ ഇന്നോ മരണത്തിന്റെ ഭയം. മരിച്ചു വിടുവേനോ
என்றதான மரணபயம். മരിച്ചു പോകുമോ എന്നുള്ളതായ മരണഭയം. ஏனென்றால் இயேசுவை நேசிக்காதபடியால். എന്തുകൊണ്ടെന്നാൽ യേശുവിനെ സ്നേഹിക്കാത്ത നിമിത്തം வசனம் என்ன சொல்லுகிறது? വചനം എന്ത് പറയുന്നു? பூர்ண அன்பு பயத்தை புறம்பே தள்ளும். തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. இப்போ இயேசுவை நேசிக்க முடியறதில்ல. ഇപ്പോൾ യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. நான் ஒரு சென்டர் பாஸ்டரை கவனித்துக் கொண்டிருந்தேன். ഞാൻ ഒരു സെൻട്രൽ പാസ്റ്ററെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ அவருக்கு வாகனம் ஓட்டுகிறதும் அவர் கவனிக்கிறதும் எல்லாம். അവർക്ക് വാഹനം ഓടിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. அவர் மரிக்கும் தருவாயிலே അവർ മരിക്കുന്ന നേരത്തിൽ அவர் மூலியமாக விசுவாசத்துக்கு ரட்சிப்புக்குள்ளே வந்த ஒரு டாக்டர் சிஸ்டரும் அவருடைய ஹஸ்பண்ட் ஜட்ஜ். അവരുടെ കൂടെ വിശ്വാസത്തിൽ കടന്നു വന്നതായ ഡോക്ടർ സിസ്റ്റം, അവരുടെ ഭർത്താവ് ജഡ്ജ് സഹോദരൻ. அவர்கள் இரவு இவர்களை பார்க்க வந்தார். അവർ രാത്രിയിൽ ഇവരെ കാണുവാൻ വേണ്ടി വന്നു. அந்த இரவு பாஸ்டருடைய ரூம்லே நாங்கள் எல்லாம் உட்கார்ந்து இருக்கிறோம், ஜெபித்துக் கொண்டு இருக்கிறோம். അവർ അന്ന് രാത്രി ഞങ്ങൾ പാസ്റ്റർ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. அப்படி இருக்கும்போது பாஸ்டர் உடனே கூப்பிட்டார். അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്റർ ഉടനെ വിളിച്ചു. படுத்த படுக்கையிலே கூப்பிடுறார். കിടക്കുന്ന കിടപ്പിൽ തന്നെ വിളിച്ചു. அப்போது நாங்கள் இரவு பகலமாக ஏதாவது சொல்லிக் கொண்டிருப்பாரேன்னு சொல்லி நாங்கள் என்ன அப்பச்சான்னு கேட்டோம். ഞങ്ങൾ അപ്പച്ചനടുക്ക് പോയി എന്താ അപ്പച്ചാന്ന് ചോദിച്ചു. அப்பொழுது இவர் சொன்னார். അപ്പോൾ ഇവർ പറഞ്ഞു, இயேசுவும் தூதன்மாரும் வந்திருக்கிறார்களே, യേശുവും ദൂതന്മാരും വന്നിരിക്കുന്നു, நான் போகட்டுமா? ഞാൻ പോകട്ടെ? நாங்கள் எல்லாம் தவித்துக் கொண்டு இப்படி மௌனமாயிருக்கிறோம். ഞങ്ങളിങ്ങനെ സ്തംഭിച്ച് മൗനമായി നിൽക്കുന്നു. அந்த சிஸ்டர் என்ன சொன்னார்கள்? ആ സഹോദരൻ എന്ത് പറഞ്ഞു? அப்பச்சா പൊക്കോ, അപ്പച്ചാ പൊക്കോ, ഞങ്ങൾ പുറകിൽ വരുന്നുണ്ട്, ഞങ്ങൾ പുറകിൽ നിന്ന് വരുന്നുണ്ട്. அப்பச்சா മുമ്പേ പൊക്കോ, അപ്പച്ചൻ മുമ്പേ പൊക്കോ அப்படின்னு சொன்னார்கள். അപ്രകാരം പറഞ്ഞു. அவர் உடனே ஆவியிலே நிறைந்தார். അവർ ഉടനെ ആത്മാവിൽ നിറഞ്ഞു. ஆவியிலே நிறைந்து சிரித்த முகத்துடனே அவர் ആണ്ടവരുടെ സമൂഹത്തിൽ ചേർക്കപ്പെട്ടു. അവർ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ചിരിച്ച മുഖത്തോടുകൂടെ അവർ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. നല്ല പ്രതിഷ്ഠയുള്ള ഒരു ഊഴിയക്കാരൻ, നല്ല പ്രതിഷ്ഠയുള്ളതായ ഒരു ശുശ്രൂഷകൻ, നല്ല ത്യാഗമുള്ള ഒരു ഊഴിയക്കാരൻ, നല്ല ത്യാഗിയായ ഒരു ശുശ്രൂഷകൻ, ആണ്ടവരുടെ വീട്ടിലെ ഉണ്മயான ഒരു ഊഴിയക്കാരൻ, കർത്താവിന്റെ വീട്ടിൽ ഒരു വിശ്വസ്തനായ ശുശ്രൂഷകൻ, തലയെപ്പോഴും ഉയർത്തിക്കൊണ്ട അനുഭവം ഉള്ളവരായിരുന്ന അവർ എപ്പോഴും തല ഉയർത്തപ്പെട്ടതായ അനുഭവത്തിൽ കാണപ്പെട്ടു. അവർ சொன்னார். അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, യേശുവും ദൂതന്മാരും വന്നു വിട്ടാர்களே, യേശുവും ദൂതന്മാരും വന്നിരിക്കുന്നു, ഞാൻ പോകട്ടുമോ, ഞാൻ പോകട്ടെ? ചിലർ മരിക്കുമ്പോൾ എന്നെ, ചില മരിക്കുമ്പോൾ അങ്ങനെയാകുന്നു. പേരപ്പിള്ളികളെല്ലാം കൂപ്പിടുവാர்கள், കൊച്ചുമക്കളെല്ലാം വിളിക്കും, കയ്യെ പിടി, കൈ കരത്തെ പിടിക്കുക. ബിനോയാണോ, ബിനോയാണോ, മെഴ്സിയാണോ, മെഴ്സിയാണോ, യേശുവാണോ, യേശുവാണോ, അതറിയത്തില്ല. பேரப்பிள்ளைகள் பக்கத்தில் இருக்க வேண்டும், കൊച്ചുമക്കൾ അടുത്തിരിക്കണം. இப்படியாக ஜீவனை விடுகிற எத்தனையோ பேர் இந்த பூமியிலே நாம் பார்க்கிறோம். ഇപ്രകാരം ജീവനെ വിടുന്ന എത്രയോ പേർ നാം ഈ ഭൂമിയിൽ കാണുന്നു. ஆனால் நாம் என்ன செய்ய வேண்டும்? എന്നാൽ നാം എന്താണ് ചെയ്യേണ്ടത്? യേശുവേ യേശുവേ என்று சொல்லி ஆண்டவர் சமூகத்துக்கு போகணும். യേശുവേ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് പോകണം. அதுதான் நம்பிக்கை, അതാകുന്നു പ്രത്യാശ. அந்த நம்பிக்கையுள்ள தேவனுடைய பிள்ளை கையில் வருது. அல்லேலூயா சொல்லுங்க. ആ പ്രത്യാശയുടെ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ஹல்லேலூயா, ഹല്ലേലൂയ. அப்போது நாம் பிரமாணங்களை செய்கிறோம், ஆனால் தேவன்பினால் நிறைந்து செய்கிறோமா? നാം പ്രമാണങ്ങളെ പാലിക്കുന്നു, എന്നാൽ ദൈവസ്നേഹത്താൽ ആണോ അത് ചെയ്യുന്നത്? மாயமாலமாய பரிசேயருடைய ஆவி உள்ளவர்களாய் காணப்படுகிறோமா? നാം പരീശന്മാരുടെ ആ കപടമായ അനുഭവത്തെയാണോ കാണപ്പെടുന്നത്? மாயமாய பரிசேயராய புளித்தமாவை குறித்து எச்சரிக்கையாய் இருங்கள் என்று கர்த்தராகிய இயேசு கிறிஸ்து கூறுகிறார். പരീശന്മാരുടെ കപടഭക്തിയായ പുളിച്ചമാവനെ കുറിച്ച് ശ്രദ്ധിക്കാൻ യേശുക്രിസ്തു പറഞ്ഞു. லூக்காவின் சுவிசேஷம் 12ஆம் அதிகாரம் 1ஆம் வசனத்திலே நாம் வாசிக்கிறோம். ലൂക്കോസിന്റെ സുവിശേഷം 12ആം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, நாம் ஒரு புளித்தமாவை போல இருக்கக்கூடாது. നാം ഒരു പുളിച്ച മാവിനെ പോലെ ആകാൻ പാടില്ല. கர்த்தருடைய வருகைக்காக ஆயத்தமாக்கி கொண்டிருக்கிற தேவ ஜனமே, കർത്താവിന്റെ വരവിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, உன்னை குறித்து ஆண்டவருடைய நோக்கம் நீ ஒரு புளித்தமாவை போல இருக்கக்கூடாது. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ ഒരു പുളിച്ച മാവായി കാണപ്പെടുവാൻ പാടില്ല. நாம் எப்படிப்பட்டவர்களாய் இருக்க வேண்டும்? നാം എപ്രകാരം കാണപ്പെടണം? புளிப்பில்லாத மாவோடு துப்புரவும் உண்மை உள்ள புளிப்பில்லாத மாவோடு காணப்பட வேண்டும். പുളിപ്പില്ലാത്തവരായി ശുദ്ധമുള്ളവരായി നാം കാണപ്പെടണം. 1 കൊരിന്ത്യർ 5ആം அதிகாரம் 8ആം വസനത്തിലെ വാസിக்கிறோം. 1 കൊരിന്ത്യർ 5ആം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പുളിമാവോട് അല്ല, പഴയ പുളിമാവ് കൊണ്ടല്ല, ദുർഗുണം എന്നും പൊല്ലാപ്പും എന്ന പുളിത്തമാവോട് അല്ല, ദുഷ്ടതയും തിന്മയുമുള്ള പുളിമാവ് കൊണ്ടല്ല, துப்புரவும் உண்மையான புளிப்பில்லா அப்பத்தோடு பண்டிகை ஆசரிக்க கடவோ. സ്വച്ഛതയും സത്യമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ
ഉത്സവത്തെ ആചരിക്കാം. നാം തുപ്പറും ഉண்மை உள்ளவராயிருக்க வேண்டும். നാം സ്വച്ഛതയും സത്യമുള്ളവരായിരിക്കണം. அப்படிப்பட்டவர்களுக்கு எல்லா நாளும் பண்டிகை. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഉത്സവം തന്നെ. கர்த்தருக்குள் எப்போது அவர்கள் சந்தோஷமாயிருப்பார். കർത്താവിൽ അവർ എപ്പോഴും സന്തോഷമായിരിക്കും. அவர்கள் நம்பிக்கையாயிருப்பார். കർത്താവിൽ അവർ പ്രത്യാശയുള്ളവരായിരിക്കും. சோதனைகள் வரும்போது ஆவியிலே பலப்பட்டு கொண்டிருப்பார். പരിശോധന വരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. വ്യാധി വല്ലവൽ വരുമ്പോൾ ആവിയിലെ ബലപ്പെട്ട് രോഗങ്ങൾ വരുമ്പോൾ അവർ ആത്മാവ് നിറഞ്ഞ് സൗഖ്യം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ദേവൻ ആവിയായിരിக்கிறார். ദൈവം ആത്മാവായിരിക്കുന്നു. അവരെ തൊഴുതു കൊള്ളുகிறവർ ആവിയോട് ഉണ്മയോട് തൊഴുതു കൊള്ള வேண்டும். അവരെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നിങ്ങളുടെ ആരാധന ഇടങ്ങളിലെ ആവിയോട് ഉണ്മയോട് തൊഴുതു കൊള്ളുகிறீர்களா? നിങ്ങളുടെ ആരാധനത്തിൽ ആത്മാവിലും സത്യത്തിലും നിങ്ങൾ ആരാധിക്കുന്നുവോ? யாரோ ஸ்டேஜிலே பாட்டு பாடி டான்ஸ் ஆடுகிறார்கள், அதை நீ வேடிக்கை பார்த்து கொண்டிருக்கிறாய். யாரோ സ്റ്റേജിൽ പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന അതിനെ നിങ്ങൾ കാഴ്ചക്കാരെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നുവോ? அப்படியாகாதே. അങ്ങനെ ആയിരിക്കരുത്. தேவனுடைய சபையிலே, ദൈവത്തിന്റെ സഭയിൽ தேவனை உண்மையோடும் ஆவியோடு உண்மையோடு தொழுது கொள்ள வேண்டும். ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണം. ஆவியானவர் தேவனுடைய சபையிலே வல்லமையாய் அசைவாட வேண்டும். ആത്മാവ് ദൈവത്തിന്റെ സഭയിൽ ശക്തിയോടെ ക്രിയ ചെയ്യണം. ஆவியானவர் வரங்களால் ஜொலிக்க வேண்டும். ആത്മാവ് വരങ്ങളാൽ ജ്വലിക്കണം. ஆவியானவர் வல்லமையான தூதுகளை தர வேண்டும். ആത്മാവ് ശക്തിയോടെ ദൂതുകളെ നൽകണം. நாம் போகிறதான ஆலயம் எப்படிப்பட்ட ஆலயமாய் இருக்கிறது? നിങ്ങൾ പോകുന്ന ആലയം എപ്രകാരമുള്ള ആലയമായിരിക്കുന്നു? ஒரு செத்ததான ஆராதனையாய் இருக்கிறதா? ഒരു ചത്ത ആരാധനയാണോ? தேவன் அங்கே வாசம் பண்ண முடியாதே. ദൈവത്തിന് അവിടെ വസിക്കുവാൻ കഴിയുകയില്ല. பேருக்காக நீ வேதாகமத்தை வாசிக்கிறாயா? പേരിന് വേണ്ടി വചനത്തെ വായിക്കുന്നുവോ? பேருக்காக ஆவியில்லாமல் ஜெபித்துக் கொண்டிருக்கிறாயா? പേരിന് വേണ്ടി ആത്മാവില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ? அப்படி இருப்பாய் என்றால் അങ്ങനെയായിരിക്കുന്നുവെങ്കിൽ கர்த்தர் நம்மை கண்டு துக்கப்படுகிறார். കർത്താവ് നമ്മെ കണ്ട് ദുഃഖിക്കും. என்னுடைய இரத்தத்தினால் மீட்டுக் கொள்ளப்பட்டதான என்னுடைய சபையை பார்த்து ஆண்டவர் துக்கப்படுத்திக் கொண்டிருக்கிறார். തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിനെ സഭയെ നോക്കി ദൈവം ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. அருமையான தேவனுடைய பிள்ளைகளே, പ്രിയ ദൈവത്തിന്റെ മക്കളെ, நீங்கள் എங்கே போனாலும் ஆவியிலே உண்மையோடு ஆவியோடு தொழுது கொள்ள வேண்டும். എവിടെ പോയാൽ ആത്മാവിനും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ஆவியின் பிரசங்கத்தை கேட்க வேண்டும். ആത്മാവുള്ള ദൂതുകളെ കേൾക്കണം. ஆவியின் வரங்கள் சபையில் கிரியை செய்ய வேண்டும். ആത്മാവിന്റെ വരങ്ങൾ സഭയിൽ പ്രവർത്തിക്കണം. சபை தலைகள் உயர்த்தப்பட முடியும். അപ്പോൾ മാത്രമേ സഭയ്ക്ക് തലകളെ ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. கர்த்தர் இறங்க வேண்டும் என்றால் ദൈവം ഇറങ്ങണമെങ്കിൽ நீ தலையை நிமிர்ந்து பார்க்கிறதல்ல, നീ തലകളെ നേരെ നോക്കുന്നതല്ല, தலைகளை உயர்த்துகிற காலம் இதுவே. തലകളെ ഉയർത്തുന്ന നാളുകൾ ഇതത്രേ. தலைகளை உயர்த்துகிற காலம் இதுவே. തലകളെ ഉയർത്തുന്ന നാളുകൾ ഇതത്രേ. சங்கீதத்தில் ஒரு வசனத்தை வாசிக்கிறோம். സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിക്കുന്നു. வேலைக்காரருடைய கண்கள் எஜமான்களை நோக்கி கொண்டிருக்குமாறு போல, ദാസന്മാരുടെ യജമാനന്റെ കയ്യിലേക്ക് എന്ന പോലെ, வேலைக்காரர்களுடைய கண்கள் எஜமாட்டியை நோக்கி இருக்குமாம் போல, ദാസിമാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്ക് നോക്കുന്ന പോലെ, எங்கள் மேல் கிருபையாய் இறங்கும் வரை നോക്കി கொண்டிருப்போம். ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുന്നവരെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. அருமையானவர்களே, இது அருமையான ஒரு வார்த்தை. പ്രിയമുള്ളവരെ, ഇത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചനം. அந்த வசனத்தை வாசிங்கள். ദാസന്മാരുടെ കണ്ണ് 123 സങ്കീർത്തനം 2 വാക്യം. 123:2. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. இதோ வேலைக்காரரின் கண்கள் தங்கள் எஜமான்களின் கையை நோக்கி இருக்குமா போலவும் வேலைக்காரியின் கண்கள் தன் எஜமாட்டியின் கையை நோக்கி இருக்குமா போலவும் எங்கள் தேவனாகிய கர்த்தர் எங்களுக்கு இரக்கம் செய்யும் வரைக்கும் எங்கள் கண்கள் அவரை நோக்கி இருக்கிறது. எங்கள் தேவனாகிய கர்த்தர் இரக்கம் செய்கிறவரையும் எங்களுடைய கண்கள் அவரை നോക്കി കൊണ്ടിരിക്കും. ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കരുണ കാണിക്കുവോളം ഞങ്ങളുടെ കണ്ണ് നിങ്ങളുടെ ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കും. எங்கள் கண்கள் அங்கும் இங்கும் நோக்காது. ഞങ്ങളുടെ കണ്ണ് അവിടെയും ഇവിടെ നോക്കുന്നില്ല. மூன்றாவது கூட்டத்தார் தான் தலைகளை உயர்த்துகிற கூட்டத்தார். മൂന്നാമത്തെ കൂട്ടക്കാരാകുന്ന തലകളെ ഉയർത്തുന്ന കൂട്ടർ. மீட்பின் நாள் சமீபமாயிருக்கிறது என்று ஆவியானவர் எச்சரித்துக் கொண்டே இருக்கிறார். എന്തുകൊണ്ടെന്നാൽ വീണ്ടെടുപ്പിന്റെ നാൾ ആസന്നമായിരിക്കുന്ന ആത്മാവ് ഉണർത്തിക്കൊണ്ടേയിരിക്കും. கடைசி மீட்பு, അന്ത്യ വീണ്ടെടുപ്പ്, கடைசி மீட்பின் நாள், അന്ത്യ വീണ്ടെടുപ്പിന്റെ നാളുകൾ. அந்த மீட்பின் நாளில் நாம் என்ன செய்ய வேண்டும்? ആ വീണ്ടെടുപ്പിന്റെ നാൾ നാം എന്താണ് ചെയ്യേണ്ടത്? தேவ வல்லமையினால் பாதுகாக்கப்பட வேண்டும். ദൈവശക്തിയിൽ നാം കാത്തു സൂക്ഷിക്കപ്പെടണം. நம்முடைய இயேசுவை மாத்திரம் நோக்கிக் கொண்டிருக்க வேண்டும். നമ്മുടെ യേശുവിനെ മാത്രം നാം നോക്കിക്കൊണ്ടേയിരിക്കണം. அவர்தான் நம்முடைய விசுவாசத்தை துவக்கினவர். എന്തുകൊണ്ടെന്നാൽ അവനാകും നമ്മുടെ വിശ്വാസത്തെ ആരംഭിച്ചവൻ. அவர்தான் நம்முடைய விசுவாசத்தை முடிக்கிறவர். അവനാകും
അവനാകും നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നവൻ. വിശ്വാസത്തെ തുവക്കുന്നവരും മുടിക്കുന്നവരുമായ യേശുവை നോക്കിക്കൊണ്ടിരിக்க வேண்டும். വിശ്വാസനായകനെ പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കിക്കൊണ്ടേയിരിക്കണം. തലകളെ ഉയർത്തുന്നവരുടെ അനുഭവം എന്ന് തലകളെ ഉയർത്തുന്നവരുടെ അനുഭവം എന്താകുന്നു? മേലെ ഉയർത്തുന്നവരുടെ അനുഭവം എന്ന് മേലോട്ട് ഉയർത്തുന്നവരുടെ അനുഭവം എന്താകുന്നു? 1 പേതുരു 1-5 വസനത്തിലെ നാം എന്നെ വാസിக்கிறோம். 1:5 വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? കടൈസി കാലത്തിൽ വെളിപ്പെടും ആയത്തമായിരിക്കപ്പെട്ട രക്ഷയ്ക്ക് ഏതുവാക അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്തെ കൊണ്ട് ദേവബലത്തിൽ കാക്കപ്പെട്ടിരിக்கிற உங்களுக்கு ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് அந்த சுதந்திரம் பரலோகத்தில் வைக்கப்பட்டிருக்கிறது. ആ അവകാശം സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. அருமையானவர்களே, நாம் என்ன செய்ய வேண்டும்? പ്രിയമുള്ളവരെ, നാം എന്താണ് ചെയ്യേണ്ടത്? கடைசி രക്ഷிപ്പ്, അന്ത്യരക്ഷ, ഇംഗ്ലീഷിൽ ഫൈനൽ സാൽവേഷൻ, ഇംഗ്ലീഷിൽ അവസാന രക്ഷ എന്ന് വായിക്കുന്നു. கடைசி രക്ഷிപ്പ് என்றால் என்ன? അന്ത്യരക്ഷ എന്ന് പറയുമ്പോൾ ഒരു മുறை യേശു നമ്മുടെ രക്ഷിപ്പുകാக வந்து சிலுவையிலே அறையப்பட்டார். ഒരിക്കൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു കാൽവരി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. இரண்டாவது வருகிறது சிலுவையிலே அறையும்படியாக அல்ல. എന്നാൽ രണ്ടാം പ്രാവശ്യം വരുന്നത് ക്രൂശിൽ തറയ്ക്കപ്പെടുവാൻ വേണ്ടിയല്ല. அவருடையவர்களை சேர்க்கும்படியாக യേശു இரண்டாவது രക്ഷிப்பாய் வரப்போகிறார். തനിക്കുള്ളവരെ ചേർക്കുവാൻ വേണ്ടി രണ്ടാമത്തെ രക്ഷയ്ക്കായി യേശു വരുവാൻ പോകുന്നു. ஆனால் நாம் என்ன செய்ய வேண்டும்? ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത്? വിശ്വാസത്താൽ ദേവബലത്തിൽ കാക്കപ്പെട வேண்டும். വിശ്വാസത്താൽ ദൈവശക്തിയിൽ നാം കാക്കപ്പെടണം. ഒരു നാൾ വിശ്വാസത്താൽ ദേവബലത്തിൽ കാക്കപ്പെട வேண்டும். ഓരോ ദിവസവും ദൈവശക്തിയിൽ നാം കാക്കപ്പെടണം. മാംസികமான കാര്യങ്ങൾക്ക് നാം തലയിടக்கூடாது. ജഡികമായ കാര്യത്തിൽ നാം തലയിടരുത്. ഭക്തിവൃത്തിയற்றதான കാര്യത്തിற்கு നാം തലയിടக்கூடாது. ആത്മീയമല്ലാത്ത കാര്യത്തിൽ നാം തലയിടരുത്. നാം നമ്മുടെ ഓട്ടത്തെ നാം ഓടിക്കൊണ്ടേ இருக்க வேண்டும். നാം നമ്മുടെ ഓട്ടത്തെ ഓടിക്കൊണ്ടേയിരിക്കണം. തലകളെ ഉയർത്തുന്നവരായിരിക്ക வேண்டும். നാം തലകളെ ഉയർത്തുന്നവരായിരിക്കണം. ലൂക്കാവിൻ സുവിശേഷം 21:36 വസനത്തിലെ വാസിക്കുമ്പോൾ ആകയാൽ ലൂക്കോസിന്റെ സുവിശേഷം 21:36 വാക്യത്തിൽ വായിക്കുന്നത് നാം എന്നെ വാസിக்கிறோம். അവിടെ നാം എന്താണ് വായിക്കുന്നത്? 36 വസനത്തിലെ 36 വാക്യത്തിൽ ആകയാൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഇവയ്കൾക്കെല്ലാം നിങ്ങൾ തപ്പി ആകയാൽ ഈ സംഭവിപ്പോൾ എല്ലാവറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യകുമാരനുക്ക് മുൻപാകെ പാത്രവാൻകളായി നിൽക്കുമ്പടിക്ക് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിങ്ങൾ പ്രാപ്തരായി തീരേണ്ടതിന് എപ്പോഴും ജപം പണി വിഴുത്തിരുങ്ങൾ. സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. വിഴുത്തിരുങ്ങൾ, ഉണർന്നിരിപ്പീൻ. ഞാൻ இந்த സഭയ്ക്ക് വരുന്നതിന് മുമ്പാകെ, ഞാൻ ഈ ആലയത്തിലെ സഭയ്ക്ക് വരുന്ന മുമ്പായിട്ട് ഞാൻ വേറൊരു സഭ പെന്തിക്കോസ്ത് സഭയിൽ ഇരുന്നേൻ. വേറൊരു പെന്തക്കോസ്ത് കൂട്ടായ്മയിലായിരുന്നു. പാസ്റ്റർ சொல்லுவார், വിഴുത്തിരുങ്ങൾ. അവിടെ പാസ്റ്റർ പറയുമ്പോൾ ഉണർന്നിരിപ്പീൻ. യേശു വരാറായി, യേശു വരാറായി, യേശു வரப்போகிறார், യേശു വരുവാൻ പോകുന്നു. ഉണർന്നിരിപ്പീൻ. ഞാൻ இரவெல்லாம் தூங்காமல் விழித்திருப்பேன். ഞാൻ രാവെല്ലാം ഉറങ്ങാതെ ഉണർന്നിരുന്നു. ஏனென்றால் பகலில் விழித்திருக்குമ്പോൾ യേശു വന്നാൽ പോകலாம். രാവിലെ പകൽ യേശു വരികയാണെങ്കിൽ ഉണർന്നിരിക്കുന്നെങ്കിൽ പോകാം. இரவிலே தூங்கிவிட்டால் கைவிடப்படுவோமோ அல்லவா? രാവിലെ ഉറങ്ങുകയാണെങ്കിൽ കൈവിടപ്പെടുമല്ലോ. സത്യം தெரியாது, அதானபடியால் தான் நான் அப்படி செய்தேன். സത്യം അറിയാത്ത നിമിത്തമായി ഞാൻ അങ്ങനെ ചെയ്തു. இங்கே விழித்திருங்கள் என்றால் என்ன? ഇവിടെ ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? ஆவியிலே விழித்திருக்கிறவர்களாய் இருக்க வேண்டும். ആത്മാവിൽ ഉണർന്നിരിക്കുന്ന അനുഭവം. ஆத்மாவிலே நாம் விழித்திருக்கிறவர்களாய் இருக்க வேண்டும். ആത്മാവിൽ നാം ഉണർന്നിരിക്കണം. ஆனபடியால் இங்கிலீஷிலே சொல்லி இருக்கிறது வாட்ச். ഇംഗ്ലീഷ് പറയുമ്പോൾ കാത്തിരിക്കുക. ஆனபடியால் விழித்திருங்கள், ഉണർന്നിരിക്കുക. இங்கே 7 கூட்டத்தார் அவர்கள் தூங்கவே கூடாது என்று வேதாகமும் சொல்லுகிறது. വചനത്തിൽ വായിക്കുമ്പോൾ 7 കൂട്ടർ ഉറങ്ങാൻ പാടില്ല. யார் அந்த கூட்டத்தார்? ആരാകുന്ന ഈ കൂട്ടർ? புதிய ஏற்பாட்டு சபையிலே நாம் அநேக சத்தியங்கள் அடங்கியிருக்கிறது. പുതിയ നിയമ സഭയിൽ അനേക സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. യേശയ്യാവിൻ പുസ്തകം 29 அதிகாரத்திலே நாம் வாசிக்கும்போது, യെശയ്യാവിന്റെ പുസ്തകം 29 അധ്യായത്തിൽ വായിക്കുമ്പോൾ, അതിന്റെ 10 വസനത്തിലെ വാസിക്കുമ്പോൾ, അതിന്റെ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ, அங்கே ரூலர்ஸ் அல்லது ஆட்சியாளர்கள் என்று சொல்லப்பட்டிருக்கிறது. അവിടെ ഭരിക്കുന്നവരെ ഭരണകർത്താക്കളെ പറ്റി പറയുന്നിരിക്കുന്നു. 29:10 യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു. கர்த்தர் உங்கள் மேல் கனநித்திரையின் ஆவியை வரப்பண்ணி உங்கள் கண்களை அடைத்து ஞான திருஷ்டிக்காரராகிய உங்கள் தீர்க்கதரிசிகளுக்கும் தலைவர்களுக்கும் முக்காடு போட்டார். இங்கே நாம் வாசிக்கும் பொழுது, ഇവിടെ നാം വായിക്കുമ്പോൾ, உங்கள் தலைவர்களுக்கு முக்காடு போடப்பட்டிருக்கிறது. തലവന്മാർക്ക് മൂടുപടം ഇട്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ റൂളേഴ്സ്, ആட்சி
செய்கிறவர். ഇംഗ്ലീഷിൽ ഭരണം ചെയ്യുന്നവർ. ஆவிக்குரிய பிரகாரமாக ആത്മീകമായിട്ട് கர்த்தருடைய வருகைக்கு ஆயத்தமாய் காணப்படுகிற தேவனுடைய ஜனம், കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുന്ന ദൈവജനം, ஒவ்வொருத்தரும் அவர் ஆட்சியாளர்கள், ஆளுகை செய்கிறவர். ഓരോരുത്തരും ഓരോ ഭരണകർത്താക്കൾ ആകുന്നു. ஆட்சியாளர்கள் என்றால் ഭരണകർത്താക്കൾ എന്നാൽ வல்லமையும் அதிகாரம் உடையவர்கள். ശക്തിയും അധികാരവും ഉള്ളവർ. அதுபடியால் தான் இயேசு சொன்னார், ആകയാലാകുന്നു യേശു പറഞ്ഞത്, நான் உங்களுக்கு என்னுடைய வல்லமை அதிகாரத்தையும் கொடுக்கிறேன். ഞാൻ എന്റെ അധികാരത്തെയും ശക്തിയും നിങ്ങൾക്ക് തരുന്നു. அப்போ நாம் அதிகாரம் வல்லமை உள்ளவர்களாய் இருக்க வேண்டும். നാം അധികാരവും ശക്തിയും ഉള്ളവരായി കാണപ്പെടണം. ஏனென்றால் கடைசி நாட்களிலே பிசாசு வல்லமையாய் கிரியை செய்வார். എന്തുകൊണ്ടെന്നാൽ അന്ത്യകാലത്തിൽ പിശാച് ശക്തിയോടെ പ്രവർത്തിക്കും. ஆனபடியால் இந்த வல்லமையை ஜெயிக்க ആകയാൽ ഈ ശക്തികളെ ജയിക്കുവാൻ கர்த்தர் நம்மை ஒரு ஆளுகைக்கு உட்படுத்துகிறார். കർത്താവ് നമ്മെ ഒരു ഭരണകർത്താക്കളാക്കി മാറ്റുന്നു. நாம் அவரோடு கூட ஆளுகை செய்தால், നാം അവനോടുകൂടെ ഭരണം ചെയ്യാൻ, அவரோடு கூட வாழ்ந்தால், അവരോടുകൂടെ വാഴുന്നുവെങ്കിൽ அவரோடு கூட ஆளுகை செய்யலாம். അവരോടുകൂടെ ഭരണം ചെയ്യുവാൻ കഴിയും. இயேசுவோடு கூட இருந்தால் യേശുവിനോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ நமக்கு வல்லமை அதிகாரம் காணப்படும். നമുക്ക് ശക്തിയും അധികാരം കാണപ്പെടും. சத்துருவின் வல்லமை எந்த நேரத்தில் வந்து நம்மை தாக்கினாலும், ശത്രുവിന്റെ ശക്തി നമ്മെ എപ്പോൾ വന്ന് ആക്രമിച്ചാലും, நமக்குள் இருக்கிற பரிசுத்தாவியானவர் ஆளுகை செய்கிறவர். നമുക്കുള്ളിരിക്കുന്ന പരിശുദ്ധാത്മ ഭരണം ചെയ്യുന്നവനാണ്. உடனே ஆவியானவர் முழங்குவார். ഉടനെ ആത്മാവ് മുഴങ്ങും. உடனே ஆவியானவர் நம் வாயில் வழியாக அந்நிய பாஷைகளை தருவார். ഉടനെ നമ്മുടെ വായിന്ന് അന്യഭാഷകൾ തരും. உங்கள் வாழ்க்கையிலே ஆளுகை செய்கிறவர் இருக்கிறார்களா? നിങ്ങളുടെ ജീവിതത്തിൽ ഭരണം ചെയ്യുന്നവനുണ്ടോ? உங்களில் சில நேரத்தில் ஆவியானவர் எழுந்து ஜெபம் பண்ணு என்று சொல்லுவார். നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആത്മ പറയും, ഉണർന്ന് പ്രാർത്ഥിക്കാം. எல்லாண்டவரே எனக்கு டயர்டா இருக்கு, நான் நாளைக்கு ஜெபம் பண்ணிக்கிறேன். ഇല്ല കർത്താവേ, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, നാളെ പ്രാർത്ഥിക്കാം. நாமே ஆளுகையை நஷ்டப்படுத்துகிறவர்களாய் നാം തന്നെ ആ ഭരണത്തെ നഷ്ടപ്പെടുത്തി கர்த்தருடைய കളയുന്നു. வருகையிலே தலையை உயர்த்த வேண்டும் என்றால், കർത്താവിന്റെ വരവിൽ തലകളെ ഉയർത്തണമെങ്കിൽ முதலாவது உன்னுடைய வாழ்க்கையிலே ஆளுகை செய்கிற நபர், ஆளுகை செய்கிற ஒரு நபர் நமக்குள்ளே இருக்க வேண்டும். നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഭരിക്കുന്നതായ ഒരു വ്യക്തി നമ്മുടെ ഉള്ളിൽ കാണപ്പെടണം. உலகத்திலே அந்நியர்கள் நம்மை ஆளுகை செய்யக்கூடாது. ലോകത്തിൽ അന്യർ നമ്മെ ഭരിക്കരുത്. உலகத்திலே வேறொரு நபர் நம்மை ஆளுகை செய்யக்கூடாது. ലോകത്തിൽ മറ്റൊരു വ്യക്തി നമ്മെ ഭരിക്കരുത്. நமக்குள்ளே ஆவியானவர் ஆளுகை செய்ய வேண்டும். നമ്മുടെ ഉള്ളിൽ ആത്മാവ് നമ്മെ ഭരിക്കണം. ஆவியானவர் ஆளுகை செய்கிறாரா? ആത്മാവ് നമ്മെ ഭരിക്കുന്നുവോ? ஆவியானவர் ஆளுகை செய்வார் என்றால், ആത്മാവ് നമ്മിൽ ഭരിക്കുന്നുവെങ്കിൽ தோல்வியான ஜீவியம் நமக்கு செய்ய முடியாது. തോൽവികരമായ ജീവിതം നമുക്ക് ചെയ്യുവാൻ പറ്റുകയില്ല. ஆனபடியால் நாம் ஆவியானவருக்கு கட்டுப்பட்டு ஆளுகை செய்ய வேண்டும். ആത്മാവിനാൽ നാം ബന്ധിക്കപ്പെട്ട് ആത്മാവിനെ നാം പ്രവർത്തിക്കണം. அடுத்ததாக தீர்க்கதரிசியை குறித்து சொல்லப்பட்டிருக்கு. അടുത്തതായിട്ട് പ്രവാചകനെ പറ്റി പറയുന്നു. இந்த தீர்க்கதரிசி என்ன செய்கிறார்? ഈ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? சரியான தேவனுடைய ஆலோசனை சொல்லுகிறது. ശരിയായ ദൈവത്തിന്റെ അരുളപ്പാടുകളെ അറിയിക്കുന്നില്ല. தீர்க்கதரிசிகள் அவருக்கு என்ன செய்கிறது? പ്രവാചകന്മാർ അവർക്ക് എന്ത് ചെയ്യുന്നു? ஓ கணனித்திரையின் ஆவி தந்து அவர்கள் முக்காடு பின்னால் மூடப்பட்டிருக்கிறார். ഗാഢനിദ്രയുടെ ആത്മാവിനാൽ അവർ മൂടപ്പെട്ടിരിക്കുന്നു. அதனால ஏதோ ஒரு தீர்க்கதரிசி சொல்லுகிறார், ഏതോ ഒരു പ്രവചനം പ്രവചിക്കുന്നു, ஏதோ ஒரு காரியம் பேசுகிறார், ഏതോ ഒരു കാര്യത്തെ പറയുന്നു. சில நேரத்திலே சிலர் தூங்கிக் கொண்டு எழும்புவார்கள். எங்கே உங்களை குறித்து ஒரு தீர்க்க தரிசனம் போல வந்தது. ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങിയിട്ട് ഉറക്കം വീട്ടി ഇങ്ങനെ പറയും, നിങ്ങളെ കുറിച്ച് ഇപ്രകാരം ഒരു പ്രവചനം വന്നു. நாளைக்கு காலையிலே நீங்கள் வண்டி எடுத்து போகும்போது ஆக்சிடென்ட் உண்டாகிறது. നാളെ രാവിലെ വാഹനം എടുത്ത് പോകുമ്പോൾ ഒരു അപകടം ഉണ്ടാകും. சில கணவன்மார் ஆவியில்ல அபிஷேகம் இல்லை. ചില ഭർത്താക്കന്മാരുണ്ട്, അവർക്ക് ആത്മാവില്ല, അഭിഷേകമില്ല. மனைவி பார்த்தா அப்படியே நடக்கும். ആ ഭാര്യ കണ്ടത് അങ്ങനെ തന്നെ സംഭവിക്കും. உடனே இவர் ஜெபித்து ஆபீஸுக்கு போவார். ഉടനെ അവർ പ്രാർത്ഥിച്ച് ഓഫീസിലേക്ക് പോകും. பைக்கிலே போவார். ബൈക്കിൽ പോകും. போய்க்கொண்டிருக்கும்போது திடீர்னு மனைவிയുടെ வார்த்தை വരും. പെട്ടെന്ന് ഭാര്യയുടെ വാക്കുകൾ ഓർമ്മയിൽ വരും. உங்களுக்கு ஆக்சிடென்ட் வரப்போகுது, നിങ്ങൾക്ക് അപകടം നേരിടാൻ പോകുന്നു. பிரேக் அடிக்கிறது பதிலா ஆக்சிலேட்டர் திருப்பி விட்டுறாரு, உடனே போய் இடிக்கும், கால் உடைஞ்சிச்சு. மனைவி சொன்னது நடந்தது. ബ്രേക്ക് പിടിക്കുന്നതിന് പകരമായിട്ട് ആക്സിലേറ്റർ കൊടുക്കും. ഉടനെ വാഹനം പോയി ഇടിക്കുകയും ഭാര്യ പറയുന്നത് നിറവേറുകയും ചെയ്യും. എന്റെ ഭാര്യ കണ്ടാൽ ഞാൻ കേட்கிறேன், கர்த்தருக்கு என்ன கால் ஒடிக்கிறது கை ஒடிக்கிறது தான் வேலையா? ഞാൻ ചോദിക്കുന്നു, കർത്താവിനെ കൈയൊടിക്കുന്നതും കാലൊടിക്കുന്നതാണോ പ്രവൃത്തി? இப்பொழுது தீர்க்கதரிசிக்கு முக்காடு விழுந்து விட்டது. ഇപ്പോൾ പ്രവാചകന് മൂടുപടം വീണിരിക്കുന്നു. கணனித்திரையின் ஆவி, ഗാഢനിദ്രയുടെ ആത്മാവ്. அதனால சரியாய் பார்க்க முடியுது. തന്നിമിത്തമായി ശരിക്ക് കാണുവാൻ കഴിയുന്നില്ല. சிலருக்கு சொப்பனம் எப்படியே தெரியுமா? ചിലർക്ക് സ്വപ്നം എങ്ങനെയാണ്? இரவு 1 மணிக்கு தொடங்கும் சொப்பனம், രാത്രി 1 മണിക്ക് സ്വപ്നം ആരംഭിക്കും. இவர்கள் ஓடிக்கொண்டே இருக்கிற மாதிரி, ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ பின்னாடி ஒரு காட்டு எருமை துரத்தி வருகிறது போல, പുറകുന്ന ഒരു കാട്ടുമാട് തുരത്തി വരുന്നത് പോലെ ஓடிக்கொண்டே இருக்கிறார். ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. കുഴി வருகிறது, ഒരു കുഴി വരുന്നു. കുഴി കുഴി ഗർത്തം.
அதுக்குள்ளே குதிக்கிறார்கள். അതിലേക്ക് എടുത്ത് ചാടുന്നു. அந்த எருமையும் குதிக்கிறது. അവിടെ ചാടുന്നു. இவர் உடனே அப்படியே குழிக்கு மேலே வருகிறார். അതിന് ആ കുഴിക്ക് മേലേക്ക് കടന്നു വരുന്നു. ஓடி வந்து கொண்டே இருக்கிறது. ആ ജീവി ഇങ്ങനെ മൃഗം പുറകിൽ നിന്ന് വരുന്നു. அப்படியே பார்த்து അതിനെ നോക്കി നോക്കി டயர்டா இருக்கிறது. ക്ഷീണിച്ച നിമിത്തം ஓடுகிறார்கள். വീണ്ടും ഓടുന്നു. திருப்பி எருமை பின்னாடி வருகிறது. വീണ്ടും ആ മൃഗം പുറകിൽ നിന്ന് വരുന്നു. காலையிலே 3:55 രാവിലെ 3:55 என்ன காலையில ஸ்தோத்திர ஜெபம். രാവിലെ സ്തോത്ര പ്രാർത്ഥന. இரவெல்லாம் எருமையோடு ஓடிக்கொண்டிருந்தார். രാവ് മുഴുവനും എരുമയോടുകൂടെ ഓടുകയായിരുന്നു. இதுதான் உன்னை முக்காடு ஜெபம் என்ற ஜெபம் இல்லாதபடியால் முக்காடு பிசாசு உன்மேல் முக்காடு போட்டு இரவெல்லாம் மணிக்கூர் நேரமாக சொப்பனத்திலே ஆழ்ந்து கொண்டு வருகிறது. പ്രാർത്ഥനാ ജീവിതത്തിലാത്തോണ്ട് ആ മൂടുപടയുടെ നിമിത്തമായിട്ട് സ്വപ്നത്തിൽ പിശാച് ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കും. இப்பொழுது தீர்க்கதரிசிகளுக்கு தீர்க்கதரிசனம் சொல்ல முடியறதில்லை. ഇപ്പോൾ പ്രവാചകന്മാർക്ക് പ്രവചിപ്പാൻ കഴിയുന്നില്ല. முக்காடு விழுந்திருக்கிறதே. മൂടുപടം വീണിരിക്കുന്നു. தீர்க்கதரிசி சொன்னால் அது அப்படியே சம்பவிக்கும். പ്രവാചകൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. യോബിൽ ഒരു വചനം இருக்கிறது. യോബിന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്. நான் பயப்பட்டது எனக்கு സംഭവിച്ചു. ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് നേരിട്ടു. ഇപ്പോൾ ഉദാഹരണമായി ഇവരിடம் ഞാൻ சொல்லுகிறேன். ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഇവരോട് പറയുന്നു. അടുത്ത വാരം പൂപ്പാറ കൺവെൻഷൻ. അടുത്ത ആഴ്ചയിൽ പൂപ്പാറ കൺവെൻഷൻ முடித்து உனக்கு ஒரு ஹார்ட் அட்டாக் வரப்போகிறது, நீ மரிக்க போகிறாய். കൺവെൻഷൻ കഴിഞ്ഞ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്നു, മരിക്കുവാൻ പോകുന്നു. ഇവർ റെഡിയായി വിട്ടാർ. ഇവർ ഒരുക്കമായിരിക്കുന്നു. ஊழியக்கார் சொன்னார். ഒരു വേലക്കാരൻ പറഞ്ഞു, எனக்கு அப்படி சம்பவித்து விடும். എനിക്കെങ്ങനെ സംഭവിക്കും? அப்படியே இருக்கும்போதே அந்த சிந்தையானது ஹார்ட் அட்டாக்ல நடக்கும். അങ്ങനെ ആ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ചിന്ത ഹാർട്ട് അറ്റാക്കിലേക്ക് കൊണ്ടുപോയി. யாராவது சொன்னால் உடனே விசுவாசிக்க வேண்டாம். ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് വിശ്വസിക്കേണ്ട. கர்த்தர் உங்களிடம் சொன்னாரா? കർത്താവ് നിങ്ങളോട് പറഞ്ഞുവോ? கர்த்தர் உன்னோடு பேசினாரா? കർത്താവ് നിങ്ങളോട് സംസാരിച്ചുവോ? நான் என் கண்களை உன்மேல் வைத்து ஆலோசனை சொல்லி தருவேன் என்று வாக்குத்தத்தம் உரைத்த தேவன். ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് വാഗ്ദത്തം ചെയ്തവനായ ദൈവം. கர்த்தருடைய வார்த்தை கேட்காமல் നീ ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കാതെ தீர்க்கதரிசியின் வார்த்தையை கேட்டு ஓடிக்கொண்டிருக்கிறாயே. പ്രവാചകന്റെ വാക്ക് കേട്ട് നീ ഓടിക്കൊണ്ടിരിക്കുന്നുവല്ലോ. உனக்குள்ளே ஒரு தீர்க்கதரிசி இருக்கிறார். നിന്റെ ഉള്ളിൽ ഒരു പ്രവാചകനുണ്ട്. യേശു உனக்கு ஆலோசனை பண்ணும்படியாய் விரும்புகிறார். യേശു നിനക്ക് ആലോചന പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. பிரச்சனையை கண்டு நீ பாரப்படக்கூடாது. ആകയാൽ പ്രശ്നങ്ങളെ കണ്ട് നീ ഭാരപ്പെടേണ്ട. ஜெபிப்பாய், கர்த்தர் உனக்கு ஆலோசனை சொல்லி தருவார். പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് നിനക്ക് ആലോചന പറഞ്ഞു തരും. அதிலிருந்து விடுதலை பெற்றுக்கொள்ள காரியத்தை சொல்லி தருவார். അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാനുള്ള കാര്യം കർത്താവ് പറഞ്ഞു തരും. மூன்றாவது கூட்டத்தார் മൂന്നാമത്തെ കൂട്ടക്കാർ உறங்காது இருக்க வேண்டாம். മൂന്നാമത്തെ കൂട്ടക്കാർ അവർ ഉറങ്ങാതിരിക്കണം. அவர்கள் யார்? അവരാരാകുന്നു? அவர்கள்தான் அப்பக்காரன். അവരാകുന്ന അപ്പക്കാർ. ഹോശേയ ദീർഘദർശന പുസ്തകം 7-ാം അധികാരം 6-ാം വചനത്തിലെ വാസിക്കുമ്പോൾ, ഹോശേയയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, அங்கே அப்பக்காரன் என்ன செய்கிறான்? അവിടെ അപ്പക്കാരൻ എന്താണ് ചെയ്യുന്നത്? ராத்திரி அப்பம் சுடுகிறதில்லை. രാത്രിയിൽ അപ്പം ചുടുന്നില്ല. അവൻ ഉറങ്ങിക്കൊണ്ടേ இருக்கிறான். അവൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആനപടിയാൽ அந்த അടുപ്പ് என்ன സംഭവിக்கிறது? ആ അടുപ്പിൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജ്വാല പറ്റി എരിഞ്ഞു കൊണ്ടിരിക്കുന്നത്. ജ്വാല കത്തിക്കൊണ്ടേയിരിക്കുന്നു. വാസികൾ ഹോശേയാവിൻ പുസ്തകം 7-ാം അധികാരം 6-ാം വചനം. അവർ പതിയിരിക്കുന്ന സമയത്ത് തങ്ങളുടെ ഹൃദയത്തെ അപ്പക്കൂട് പോലെ ഒരുക്കിയിരിക്കുന്നു. അവരുടെ അപ്പക്കാരൻ രാത്രി മുഴുവൻ ഉറങ്ങുന്നു, രാവിലെ അത് ജ്വലിക്കുന്ന തീ പോലെ കത്തുന്നു. அவர்கள் பதிவிரிக்கும் போது தங்கள் இருதயத்தை அடுப்பை போல் ஆயத்தப்படுத்துகிறார்கள். அவர்களில் அப்பம் மூட்டுகிறவன் ரா முழுவதும் தூங்கினாலும் காலமேயோ என்றால் அது ஜுவாலிக்கிற அக்னியாய் எரியும். அவர்கள் இருதயத்தை அவர்கள் அப்பம் அடுப்பை போல் ஆயத்தப்படுத்துகிறார்கள். അവരുടെ ഹൃദയത്തെ അപ്പക്കൂട് പോലെ ഒരുക്കിയിരിക്കുന്നു. രാക്കാലങ്ങളിലെ ദേവസമൂഹത്തിൽ ഇരുദയത്തെ ആയത്തപ്പെടുത്തുകിற അപ്പക്കാർ, രാത്രിയിൽ തങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൽ ഒരുക്കുന്ന അപ്പക്കാർ, ஆனால் இரவிலே തൂങ്ങിക്കൊണ്ടിരിக்கிறார். എന്നാൽ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. இரவிலே തൂങ്ങിക്കൊണ്ടിരുന്നാൽ, രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, അടുപ്പ് ആയത്തമായി ഇരുന്നാൽ, അടുപ്പ് ഒരുക്കമായിരിക്കുന്നുവെങ്കിൽ என்ன സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത്? അത് ജ്വലിக்கிற അഗ്നി ജ്വാലയാക എരിയും. രാവിലെ അത് ജ്വലിക്കുന്ന തീ പോലെ കത്തുന്നു. ആണവടിയാൽ നീ ദേവസിത്തം ചെയ്യുമ്പടിയായി അழைக்கப்பட்ட ഉങ്ങളെ, ആകയാൽ ദൈവഇഷ്ടം ചെയ്യുവാൻ വിളിക്കപ്പെട്ട നിങ്ങളെ, രാത്രികാലം വന്നുകൊണ്ടിരിக்கிறதே, രാക്കാലം വന്നുകൊണ്ടേയിരിക്കുന്നു. இந்த ராத்திரிகாலம் பல ஆவிக்குரிய மனிதர்களை, உன்னதமான மனிதர்களை விழ தள்ளிக்கொண்டிருக்கிற காலம். ഈ രാക്കാലം ആത്മീയ മനുഷ്യരെ നിലത്തിലേക്ക് തള്ളിടുന്നതായ ഒരു കാലം. தெரிந்தெடுக்கப்பட்டவரையும் வஞ்சிக்கிற காலம். വൃതന്മാരെ വഞ്ചിക്കുന്ന
വെളിപ്പെടുത്തിയിരുന്ന കാലം. ഓ നീ രാത്രി വേളയിലെ നീ അപ്പം சுட்டுக்கொண்டிருக்கிறாயா அல்லது அடுப்பங்கரையில் இருந்து தூங்கிக் கொண்டிருக்கிறாயா? രാത്രി കാലങ്ങൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു അതോ അടുപ്പിന്റെ അരികിൽ നിന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നുവോ? ஓ ராத்திரி காலம் என்று சொல்லும்போது கர்த்தருடைய வருகைக்கு முன்பாக ஒரு ராக்காலம் வந்து கொண்டிருக்கிறது. രാത്രി കാലം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വരവ് മുമ്പായിട്ട് ഒരു രാത്രി വന്നുകൊണ്ടേയിരിക്കുന്നു. யாரும் கிரியை செய்யக்கூடாத ஒரு ராத்திரி காலம் வருகிறது என்று கர்த்தராகிய இயேசு கிறிஸ்து யோவான் சுவிசேஷம் 9-ஆம் அதிகாரத்திலே நாம் அதை வாசிக்கிறோம். ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്തതായ ഒരു രാത്രി വരുമെന്ന് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 9-ആം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാണുവാൻ കഴിയും. நீ அப்பங்காரனை போல அடுப்பில் படுத்து ராத்திரி காலம் படுத்து தூங்கிக் கொண்டிருக்கிறாயா? നീ ആ രാത്രി കാലത്തിൽ അപ്പക്കാരനെ പോലെ അടുപ്പിന്റെ അരികിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുവോ? அப்படி என்றால் உன் அடுப்பு காலையிலே என்ன சம்பவிக்கும்? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അടുപ്പ് രാവിലെ എന്ത് സംഭവിക്കും? அது அக்கினி ஜுவாலையாக பற்றி எரியுமே. അത് അഗ്നിജ്വാല പോലെ കത്തിയിരിയുമല്ലോ. கர்த்தருடைய வருகையிலே நியாயத்தீர்ப்பாய் மாறுமே. കർത്താവിന്റെ വരവ് ന്യായവിധിയായി തീരുമല്ലോ. ஆனபடியால் தேவனுடைய சபையே, ആകിയാൽ ദൈവത്തിന്റെ സഭയെ, புதிய ஆத்துமாக்களே, പുതിയ ആത്മാക്കളെ, நீங்கள் அப்பக்காரனை போல தூங்குகிற நாட்கள் இதுவல்ல. നിങ്ങൾ അപ്പക്കാരനെ പോലെ ഉറങ്ങുന്ന നാളുകൾ ഇതല്ല. ராத்திரிகாலம் நீ எழும்பி நிற்க வேண்டும். രാത്രിയാമങ്ങൾ നീ എഴുന്നേറ്റിരിക്കണം. ராத்திரிகாலம் ஆண்டவரை நோக்கி கூப்பிட வேண்டும். രാത്രികാലങ്ങളിൽ ദൈവത്തെ നോക്കി നിലവിളിക്കണം. ராத்திரிகாலம் என்று சொல்லும்போது இருள் நிறைந்த இந்த உலகத்திலே, രാത്രികാലം എന്നുമ്പോൾ ഈ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ, பாவம் நிறைந்த உலகத்திலே, പാപം നിറഞ്ഞതായ ലോകത്തിൽ, சாபம் நிறைந்த உலகத்திலே, ശാപം നിറഞ്ഞതായ ലോകത്തിൽ, பலவிதமான கட்டுகளால் நிறைந்த உலகத்திலே, പലവിധമായ ബന്ധനങ്ങളാൽ നിറയപ്പെട്ട ലോകത്തിൽ, பில்லி சூனியம் நிறைந்த உலகத்திலே, ഈ ആഭിചാരങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ராத்திரிகாலம் அப்பம் சுடுகிறவளாய் காணப்பட வேண்டும். രാത്രികാലങ്ങൾ അപ്പം ചുടുന്നവനായി കാണപ്പെടണം. 4வது கூட்டத்தார், നാലാമത്തെ കൂട്ടർ அவர்கள்தான் காவல்காரர்கள். അവരാകുന്നു കാവൽക്കാർ. ஏசாயாவின் புத்தகம் 56-ஆம் அதிகாரம் 10-ஆம் வசனத்திலே வாசிக்கும்போது യെശയ്യാവിന്റെ പുസ്തകം 56 10-ാമത്തെ വാക്യത്തിൽ காவல்காரராய் இருக்க வேண்டும். കാവൽക്കാരായിരിക്കണം. முதலாவது நம்முடைய ஆத்துமாவுக்கு காவல்காரராய் இருக்க வேண்டும். ഒന്നാമത് നമ്മുടെ ആത്മാവിന് നാം കാവൽക്കാരായിരിക്കണം. இரண்டாவது நம்மோடு இருக்கிறவர்களுக்கு காவல்காரராய் இருக்க வேண்டும். രണ്ടാമത് നമ്മുടെ കൂടെ ആയിരിക്കുന്നവർക്ക് കാവൽക്കാരായിരിക്കണം. அவர்களை ஜெபத்தில் தாங்க வேண்டும். അവരെ പ്രാർത്ഥനയിൽ താങ്ങണം, விழித்திருக்க வேண்டும். ഉണർന്നിരിക്കണം. ஆனாலும் சொல்றார், என்னுடைய வருகைக்கு முன்பாக நீங்கள் விழித்திருக்க வேண்டும். ആകിയാൽ എന്റെ വരവിനായി നിങ്ങൾ ഉണർന്നിരിക്കണം. ஆவியிலே விழித்திருக்கிறவர்களாய் காணப்பட வேண்டும். ആത്മാവിൽ ഉണർന്നിരിക്കുന്നവരായി കാണപ്പെടണം. 5வது கூட்டத்தார், தூங்க உறங்காமல் இருக்கிற கூட்டத்தார் யார்? അഞ്ചാമത് ഉറങ്ങാതിരിക്കുന്ന കൂട്ടർ ആരാകും? அவர்கள்தான் ஊழியக்காரர்கள். അവരാകുന്നു ശുശ്രൂഷകർ. அவர்கள் ராத்திரி உறங்கக்கூடாது. അവർ രാക്കാലങ്ങളിൽ ഉറങ്ങുവാൻ പാടില്ല. அதனுடைய அர்த்தம் என்ன? അതിന്റെ അർത്ഥം എന്താകുന്നു? இருள் உலகத்தை மூடிக்கொண்டிருக்கும் பொழுது, ഇരുൾ ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ சபைக்குள்ளே இருள் பிரவேசிக்க கூடாது. സഭയ്ക്കകത്ത് ഇരുൾ പ്രവേശിക്കുവാൻ പാടില്ല. சபைக்குள்ளே இருள் பிரவேசித்தால், സഭയ്ക്കുള്ളിൽ ഇരുൾ പ്രവേശിച്ചാൽ இயேசு பரிசுத்தாவியானவர் சபைக்கு வெளியிலே காணப்படுவார். യേശുവും പരിശുദ്ധാത്മാവും സഭയ്ക്ക് പുറത്ത് കാണപ്പെടും. எத்தனையோ உலகத்திலே எத்தனையோ சபைகளிலே இருள் பிரவேசித்து விட்டாயிற்று. ഇന്ന് ലോകത്തെ എത്രയോ സഭകളിൽ ഇരുൾ പ്രവേശിച്ചു. பரிசுத்தாவியானவருடைய கிரியை இல்லை. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ ഇല്ല. உலக சபையிலே அந்தகாரம் கிரியை செய்து கொண்டிருக்கிற காலம், സഭയിൽ അന്ധകാരങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ കാലങ്ങൾ. சபைக்குள்ளே அந்தகாரத்தின் வல்லமை எப்படி பிரவேசித்தது? സഭയ്ക്കകത്ത് അന്ധകാര ശക്തികൾ എങ്ങനെ പ്രവേശിച്ചു? ஓ, உணர்வோடு ஆண்டவருடைய சமூகத்தில் பாதத்தில் இருக்க வேண்டிய ஊழியக்காரர்கள், ഉണർവോടെ ദൈവത്തിന്റെ വാദമെടുത്തിരിക്കേണ്ട വേലക്കാർ, உபவாசத்தோடு கர்த்தருடைய சமூகத்தில் போராடி கண்ணீர் விட வேண்டிய ஊழியர்களும் விசுவாசிகளும், ഉപവാസത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണീർ ഒഴുക്കേണ്ട വിശ്വാസികളും വേലക്കാരും. இப்போ உபவாசத்துக்கு ஜெபத்துக்கு 2 பேர், ഇപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് 2 പേർ, காத்திருப்பு யோகத்துக்கு 10 பேர், കാത്തിരിപ്പ് യോഗത്തിന് 10 പേർ, பைபிள் ஸ்டடிக்கு 5 பேர், ബൈബിൾ സ്റ്റഡിക്ക് 5 പേർ, ஞாயிற்றுக்கிழமை 200 பேர். ഞായറാഴ്ച 200 പേർ. பிசாசு கண்களை குருடாக்கி கொண்டிருக்கிறது. പിശാച് കണ്ണുകളെ കുരുടാക്കിക്കൊണ്ടേയിരിക്കുന്നു. வேலைபாரம் சுமடு கொடுத்து கண்களை குருடாக்கி கொண்டிருக்கிறது. ജോലി ഭാരം നൽകി കണ്ണുകളെ കുരുടാക്കുന്നു. ஒரு தாயார் சொன்னார்கள், இங்கே வெளியூர்ல വിദേശ രാജ്യത്തൊരു മാതാവ് പ്രകാരം പറഞ്ഞു, எனக்கு அங்கே வந்து 2 மணி நேரம் சேர்லே உட்கார முடியாது. என் முதுகெல்லாம் வலிக்குது, என் எலும்பெல்லாம் பயங்கரமாய் வலிக்குது. എനിക്ക് അവിടെ വന്ന് 2 മണിക്കൂർ കസേരയിരിക്കുവാൻ പറ്റുന്ന എന്റെ മുതുകും അസ്ഥികളെല്ലാം വേദനിക്കുന്നു. நான் உண்மையாக சொல்றீங்களான்னு கேட்டேன். ഞാൻ നിങ്ങൾ വാസ്തവമായിട്ടാണോ ഇത് പറയുന്നത് ചോദിച്ചു. பாஸ்டர் பேரம்பேத்தியெல்லாம் எடுத்தாச்சு, உண்மைதானே சொல்றேன். பேரம்பேத்தி கொச்சுமக்கள், കൊച്ചുമക്കളെല്ലാം ഉണ്ട്, സത്യമാണ് പറയുന്നത്. சரி, நான் ஜெபித்து விட்டேன். ശരി, ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. நான் சொன்னேன், கடைசி 1 மணி நேரமாவது வாருங்கள். അവസാനത്തെ 1 മണിക്കൂറെങ്കിലും വരുമെന്ന് പറഞ്ഞു. இல்ல பாஸ்டர், என்னால முடியாது. ഇല്ല പാസ്റ്റർ, എന്നെ കൊണ്ട് പറ്റത്തില്ല. சரி, ശരി,
ஒரு மாதத்துக்கு பிற்பாடு ഒരു മാസത്തിന് ശേഷം நான் அந்த வீட்டில் விசிட்டிங் போனேன். ഞാൻ ആ ഭവനത്തിൽ വിസിറ്റിങ്ങിന് പോയി. ഗേറ്റ് തുറന്നിരുന്നു. ഗേറ്റ് തുറന്നിരുന്നു. മല്ലമായി നടന്നു പതിയെ നടന്നകത്ത് പോയി. அங்கே கலர் கலராக பார்த்தேன். അവിടെ കളർ കളറായിട്ട് ചില കാഴ്ചകൾ കണ്ടു. ഗോൾഡൻ ഫിഷോ മറ്റേ ഫിഷോ അല്ല, ഗോൾഡ് ഫിഷ് മറ്റ് മീനൊന്നും അല്ല. കതവും തുറന്നിരുന്നത്. വാതിൽ തുറന്നിരുന്നു. சிறிதாக തുറന്നിരുന്നു. അല്പം തുറന്നിരുന്നു. அந்த ஹால் இருட்டாയിരുന്നു. ആ ഹാൾ ഇരുളായിരുന്നു. കളർ കളറായി വന്നുകൊണ്ട് കളർ കളറായി കണ്ടുകൊണ്ടിരുന്നു. എന്നത് பெரிய டிவி ஸ்கிரீன். വലിയൊരു ടിവി സ്ക്രീൻ. இவங்க சோஃபால உட்கார்ந்திருக்கிறாங்க. ഇവർ സോഫയിൽ பிள்ளைகள் கீழே உட்கார்ந்திருக்கிறாங்க. മറ്റു കൊച്ചു കുഞ്ഞുങ്ങൾ തറയിരിക്കുന്നു. நான் போன சமயம் ரொம்ப அந்த கிளைமாக்ஸ் സമയം. ഞാൻ പോയ സമയം അവസാന ഭാഗമായിരുന്നു. ഫൈറ്റ് നടക്കുന്നു. അവരെ അടി നടക്കുന്നു. இந்த அம்மா சோஃபால உட்கார்ந்து அடிடான்ஸ். ഈ അമ്മ സോഫയിൽ ഇരുന്നുകൊണ്ട് അടിക്കടാന്ന് പറയുന്നു. நான் പതുക്കെ அப்படியே പോയി നിന്നു. ഞാൻ പതിയെ അവിടെ പോയി നിന്നു. ഒരു പയ്യൻ പാർത്തു വിട്ടാൽ. ഒരു പയ്യൻ കണ്ടു. അമ്മച്ചി പാരെ പാസ്റ്റർ വന്നിരിക്കുന്നു. അമ്മച്ചി നോക്ക്, അപ്പ പാസ്റ്റർ വന്ന് നിൽക്കുന്നു. டேய் ஆஃப் பண்றா லைட் போடு. ഡേയ് ഓഫ് ചെയ്യടാ, ലൈറ്റ് ഇടടാ. போடுறா. ഇട്. என்னன்னு എന്താന്ന് ചോദിച്ചു. இந்த பிள்ளைங்க இப்படி எல்லாம் ஜோக் எல்லாம் பார்ப்பாங்க. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തമാശകൾ കണ്ടുകൊണ്ടേയിരിക്കും. அப்போ நான் அதிலே ஒரு பையன் இருக்கிறான். അതിലൊരു പയ്യൻ ഉണ്ടായിരുന്നു. கொஞ்சம் வாழ்த்தர പയ്യൻ. ഒരു കുശ്രീതി പിടിച്ചതായ ഒരു அவன் கரெக்டா சொல்லுவான். അവൻ ശരിയായിട്ട് പറഞ്ഞു. അമ്മച്ചി എவ்வளவு നേരം இருந்தார்கள் சொல்லுப்பா. അമ്മച്ചി എത്ര മണിക്കൂർ നേരം ഇരുന്നു എന്ന് പറയുവിൻ. அப்பச்சா 6 மணிக்கு உட்கார்ந்தாங்க. இப்ப பாருங்க 9 மணி வரை உட்கார்ந்தாங்க. അപ്പച്ച 6 മണിക്ക് ഇരുന്നാണ്. ഇപ്പൊ നോക്കൂ 9 മണിയായി. பாருங்க, നോക്കുവിൻ. ஆண்டவருடைய சமூகத்துக்கு வந்து உட்கார முடியாது. ദൈവസന്നിധി വന്നിരിക്കുവാൻ കഴിയുന്നില്ല. உலகத்தின் இருளுக்கு இடம் கொடுத்து கொண்டிருக்கிறார். ലോകത്തിന്റെ ഇരുളിനെ ഇടം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. பைபிள் கிளாஸுக்கு வர முடியாது. ബൈബിൾ ക്ലാസ്സിന് വരുവാൻ സമയമില്ല. காத்திருப்பு கூட்டத்துக்கு சமயம் வர முடியாது. കാത്തിരിപ്പിന് വരാൻ സമയമില്ല. ஏனென்றால் அந்த ஒவ்வொரு நாள் சீரியல் பார்த்து கொண்டிருக்கிறார். എന്തുകൊണ്ടെന്നാൽ ഓരോ നേരത്തിലും ആ സീരിയൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. மருமகள் മാമിയാரை துன்புறுத்துற சீரியல். മരുമകൾ അമ്മായിയെ ഉപദ്രവിക്കുന്ന സീരിയൽ. ക്ലൈമാക്സ് വരുമ്പോൾ നാളെ തുടരും. അവസാന ഭാഗം വരുമ്പോൾ നാളെ തുടരും. அப்போது நாளைக்கு புதன்கிழமை பைபிள் ஸ்டடி. ஐயோ பைபிள் ஸ்டடி போனா ഇത് பார்க்க முடியாது. നാളെ ബുധനാഴ്ച വേദപാഠം ബൈബിൾ ക്ലാസ്, അത് അവിടെ പോകുകയാണെങ്കിൽ ഇത് കാണാൻ പറ്റത്തില്ല. இன்றைக்கு என்ன நடக்கிறது? ഇതെന്താണ് സംഭവിക്കുന്നത്? மேய்ப்பர்கள் தூங்கிக் கொண்டிருக்கிறார்கள். ഇടയന്മാർ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. மேய்ப்பர்கள் என்று சொன்னால் நம்முடைய ஆவி, ஆத்துமா, சரீரம். ഇടയന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ്, ദേഹം, ദേഹി, ആത്മാവ് தூங்கிக் கொண்டிருக்கிறார்கள். ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. மந்தையை காக்கும்படியாக அழைக்கப்பட்டவர்கள், ആട്ടിൻകൂട്ടത്തെ കാത്തു സൂക്ഷിപ്പാൻ വിളിക്കപ്പെട്ടവർ, குடும்ப வாழ்க்கையை, உன் குடும்ப வாழ்க்கையை ஜெபத்தினாலே தாங்கும்படியாக அழைக்கப்பட்டவர், നിങ്ങളുടെ കുടുംബജീവിതത്തെ പ്രാർത്ഥനയാൽ താങ്ങുവാൻ വിളിക്കപ്പെട്ടവരായ നിങ്ങൾ. பிள்ளைகள் பின்மாற்ற நிலவரத்துக்கு போக காரணம் என்ன? നിങ്ങളുടെ മക്കൾ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് പോകാൻ കാരണം എന്താണ്? நீ தூங்கிக் கொண்டிருக்கிறாய். നിങ്ങൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. நீ விழித்துக் கொண்டிருக்கிறதில்லை. നിങ്ങൾ ഉണർന്നുകൊണ്ടിരിക്കുന്നില്ല. என்னுடைய வாழ்க்கையிலிருந்து ஒரு அனுபவத்தை சொல்ல விரும்புகிறேன். എന്റെ ജീവിതത്തിൽ ഒരു അനുഭവത്തെ പറയുവാൻ ആഗ്രഹിക്കുന്നു. நான் ஒரு 10வது வகுப்பு படித்துக் கொண்டிருக்கும்போது, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ அங்கே பிடி பீரியட், பிசிக்கல் ட்ரைனிங் பீரியட், ഫിസിക്കൽ ട്രെയിനിങ് സമയത്തിൽ அது ஒரு 2:30 മുതൽ 3:30 വരെ 2:30 മണി മുതൽ 3:30 മണി വരെ கிரவுண்டுக்கு போக வேண்டும். ഗ്രൗണ്ടിലേക്ക് പോകണം. யாரும் கிளாஸ்ல உட்கார முடியாது. ആരും ക്ലാസ്സിൽ ഇരിക്കുവാൻ പാടില്ല. நான் ஞானஸ்நானம் எடுத்து 6 மாதம் ஆகிவிட்டது. ഞാൻ ജലസ്നാനം എടുത്ത് 6 മാസമായിട്ടുള്ളൂ. திடீர்னு அந்த என்னோட கிளாஸில் பையன்கள் எல்லாம் சேர்ந்து என்னை காலை கையும் பிடித்து அந்த புல் தரையிலே படுக்க போட்டார். എന്റെ സ്കൂളിലെ പിള്ളേർ എന്നെ പിടിച്ച് എന്റെ കയ്യിലും കാലും പിടിച്ച് ആ പുല്ലിലേക്ക് കൊണ്ട് കിടത്തി. ஒருவன் சிகரெட்டை വലിத்தான். ഒരുവൻ സിഗരറ്റ് വലിച്ചു. நீ இன்றைக்கு இந்த சிகரெட்டை വലിக்க வேண்டும். നീയും ഇന്ന് ഈ സിഗരറ്റ് വലിക്കണം. நான் சொன்னேன், நான் இயேசுவின் பிள்ளை. ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിന്റെ മകൻ. நான் രക്ഷിക്കപ്പെട്ട ദേവനുடைய பிள்ளை. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ. എന്നോട് നിങ്ങൾ இந்த துரோகம் செய்யக்கூடாது. എന്നോട് നിങ്ങൾ ഈ ദ്രോഹം ചെയ്യരുത്. நான் சிகரெட் വലിக்க மாட்டேன். ഞാൻ സിഗരറ്റ് വലിക്കുകയില്ല. நான் ஆண்டவருடைய பிள்ளை. ഞാൻ ദൈവത്തിന്റെ മകൻ. அவர்களுக்கு தெரியும், അവർക്കറിയാം. ஆனால் அவன் சிகரெட்டை கொண்டு வர ஆரம்பித்தான். എന്നാലും അവർ സിഗരറ്റ് കൊണ്ടുവന്നു. 4 പേർ சேர்ந்து என்னை பிடித்துக் கொண்டிருக்கிறார். 4 പേർ ചേർന്ന് എന്നെ പിടിച്ചുകൊണ്ടേയിരുന്നു. நான் ഹൃദയത്തിൽ അഴുവ ആരംഭിച്ചു. ഞാൻ ഹൃദയത്തിൽ കരയുവാൻ തുടങ്ങി. യേശുവേ എന്നെ രക്ഷിയുമോ, യേശുവേ എന്നെ രക്ഷിക്കണമേ. என்று ஒரு பையன் வந்தான். പെട്ടെന്ന് ഒരു പയ്യൻ വന്നു. അവനെ ഒരേ അടി അടിയിട്ടാൻ. അവനെ ഒരു അടിയടിച്ചു. എല്ലാവരും വിട്ടു പോയി വിട്ടാர்கள். എല്ലാവരും വിട്ടിട്ട് പോയി കളഞ്ഞു. நான் தப்பித்து விட்டேன். ഞാൻ രക്ഷപ്പെട്ടു. நான் வீட்டுக்கு வந்தேன். ഞാൻ വീട്ടിലേക്ക് വന്നു. என் தாயாரிடம் கேட்டேன். ഞാൻ എന്റെ മാതാവിനോട് ചോദിച്ചു, நீங்கள் ஜெபித்தீர்களா? എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുവോ? நான் ஜெபித்தேன். ഞാൻ പ്രാർത്ഥിച്ചു. எப்பொழுது? എപ്പോൾ? நான் வேலை செய்து கொண்டிருக்கும் போது ஆவியானவர் எனக்கு ஏவுதல் தந்தார். ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് എന്നെ ഉണർത്തി. எந்த நேரம்? അത് ഏത് നേരത്തിൽ? சரியான 2:45 ആവിയാനവർ എന്നെ ഉണർത്തിനാർ. ശരിയായിട്ട് 2:45 മണിക്ക് എന്നെ ആത്മാവ് ഉണർത്തി. 2:45 ൽ നിന്ന് 3:15 വരെ இந்த സംഭവം.
2:45 മുതൽ 3:15 വരെ ഈ സംഭവം നടന്നു. ஆவியான உணர்த்தபடியால் உனக்காக நான் போராடி அபிஷேகத்தில் ஆவியிலே நிறைந்து ஜெபித்தேன். ആത്മാവിനെ ഉണർത്തി നിമിത്തമായി നിനക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു. ஆண்டவரே ஆண்டவரே என் மகனை விடுவியும், எந்த பிரச்சனையா இருந்த விடுவியும். ദൈവമേ എന്റെ മകനെ ഏത് പ്രശ്നമായിരുന്നാലും അതിൽ നിന്ന് വിടുവിക്കണമേ. ஓ என் தாயார் ஒரு மேய்ப்பராக எங்கள் வீட்டிலே இருந்தார். എന്റെ മാതാവ് ഒരു ഇടയനെ പോലെ എന്റെ ഭവനത്തിൽ കാണപ്പെട്ടിരുന്നു. பிள்ளைகள் பின்மாற்றத்துக்கு போக காரணம் நீயே காரணம். നിങ്ങളുടെ മക്കൾ പിന്മാറ്റത്തിലേക്ക് പോകാൻ കാരണം നിങ്ങൾ തന്നെയാണ്. ஒரு காரியம் நீ சொல்லக்கூடாது. ഒരു കാര്യമാണ് നിങ്ങൾ പറയരുത്. ஸ்கூல் விட்டேன் என்று நீ பெருமை பாராட்டாதே. സൺഡേ സ്കൂൾ നിർത്തിയെന്ന് നിങ്ങൾ നിങ്ങളിച്ച് പറയരുത്. ஓ என் பிள்ளைகளை இப்படி நான் பிரைஸ் வாங்கினார் என்று நீ பெருமை பாராட்டாதே. സൺഡേ എന്റെ കുഞ്ഞുങ്ങൾ ഇപ്രകാരം പ്രൈസ് മേടിച്ചു നിങ്ങൾ നിങ്ങളിച്ച് പറയരുത്. ஒரு வீட்டிலே தாயும் தகப்பனும் மேய்ப்பர்களாய் இருக்கிறார். ഓരോ ഭവനത്തിൽ മാതാപിതാക്കൾ ഇടയന്മാരെ പോലെ ഇരിക്കുന്നു. தங்களுடைய பிள்ளைகளை தங்களுடைய ஆத்துமாக்களை கர்த்தருக்கு சந்நிதியிலே நிறுத்தும்படியாக, തങ്ങളുടെ ആത്മാക്കളെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സന്നിധി നിർത്തുവാൻ, தங்களுடைய பிள்ளைகளை கர்த்தர் வழியாக வளர்த்தும்படியாக, തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വഴിയിൽ വളർത്തിയെടുക്കുവാൻ ஆண்டவர் கேட்கிறார், மேய்ப்பர்களே உங்கள் ஆடுகள் எங்கே? ദൈവം ചോദിക്കുന്നു, ഇടയന്മാരെ നിങ്ങളുടെ ആടുകൾ എവിടെ? சபைக்குள்ளே இருள் பிரவேசிக்க கூடாது. സഭയിൽ ഇരുൾ പ്രവേശിക്കരുത്. உலகம் என்ற வேஷம் சபையிலே பிரவேசிக்க கூடாது. ലോകമെന്ന വേഷം സഭയിൽ പ്രവേശിക്കരുത്. மாம்சத்தின் இச்சை சபையிலே பிரவேசிக்க கூடாது. കുടത്തിന്റെ അഭിലാഷങ്ങൾ സഭയിൽ പ്രവേശിക്കരുത്. இச்சை சபையிலே பிரவேசிக்க கூடாது. ഇച്ഛകൾ സഭയിൽ പ്രവേശിക്കരുത്. ஜீவனத்தின் பெருமை சபையிலே பிரவேசிக்க கூடாது. ജീവനത്തിന്റെ പ്രതാപം സഭയിൽ പ്രവേശിക്കരുത്. உலகத்தின் வழிபாடுகள் சபையிலே பிரவேசிக்க கூடாது. ലോകത്തിന്റെ വഴിപാടുകൾ സഭയിൽ പ്രവേശിക്കരുത്. மாறாக பிரவேசித்தால் അങ്ങനെ പ്രവേശിച്ചാൽ சபை இருளிலே காணப்படும். സഭ ഇരുളിൽ കാണപ്പെടും. இருளில் காணப்படுகிறது மாத்திரமல்ல, ഇരുളിൽ കാണപ്പെടുക മാത്രമല്ല, இந்த சத்தியத்திற்கு விரோதமாக பேசிக்கொண்டே இருப்பார்கள். ഈ സത്യത്തിന് വിരോധമായി അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ஆகையால் அருமையானவர்களே, ആകിയാൽ പ്രിയമുള്ളവരെ, ஓ இப்போது கடைசி காலம், ഒരു അന്ത്യകാലം, ஒரு எழுப்புதலின் காலம். ഒരു ഉണർവിന്റെ കാലം. இந்த எழுப்புதலின் காலத்திலே ഈ ഉണർവിന്റെ കാലത്തിൽ கர்த்தர் உங்களை கொண்டு பெரிய காரியங்களை செய்ய விரும்புகிறார். കർത്താവ് നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ நீ ആഗ്രഹിക്കുന്നു. உறங்க வேண்டிய காலம் அல்ல. നിങ്ങൾ ഉറങ്ങേണ്ട നാളുകളല്ല. உன்னுடைய பிள்ளைகளுக்காக, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, குடும்பத்திற்காக, നിങ്ങളുടെ കുടുംബത്തിനായി, சபைக்காக, സഭയ്ക്ക് വേണ്ടി, சத்தியத்திற்காக, സത്യത്തിനായി, ஊழியக்காரர்கள் വേലക്കാർക്ക് വേണ്ടി நீ ஜெபிக்க வேண்டிய நாட்கள் இதுவே. പ്രാർത്ഥിക്കേണ്ട നാളുകൾ. ஓ நீ தூங்க வேண்டிய நாட்கள் அல்ல. നിങ്ങൾ ഉറങ്ങേണ്ട നാളല്ല. அது உன்னை அழைத்த நோக்கத்தை நிறைவேற்ற வேண்டும். നിങ്ങളെ വിളിച്ചതിന്റെ ഉദ്ദേശത്തെ നിറവേറ്റണം. இயேசு சீக்கிரம் வரப்போகிறார். യേശു വേഗം വരുവാൻ പോകുന്നു. நீங்கள் குனிந்த நபராயிருக்கலாம், നിങ്ങൾ ഉണർന്ന വ്യക്തിയായി കാണപ്പെടണം. பூமியை நோக்கிய நபராயிருக்கலாம், നിങ്ങൾ ഭൂമിയെ നോക്കുന്ന വ്യക്തിയായി, நேராய் நோக்கிய நபராயிருக்கலாம். നേരെ നോക്കുന്നവരായിരിക്കാം. ஆனால் கர்த்தர் இது ரெண்டும் விரும்புகிறது. എന്നാൽ കർത്താവ് ഇത് രണ്ടും ആഗ്രഹിക്കുന്നില്ല. நம்முடைய மீட்பு சமீபமாயிருக்கிறபடியால் വീണ്ടെടുപ്പ് ആസന്നമായിരിക്കുകയാൽ தலைகளை உயர்த்துங்க. തലകളെ ഉയർത്തുവീൻ. இயேசு சீக்கிரம் வரப்போகிறார். യേശു വേഗം വരുവാൻ யாரை പോകുന്നു. சேர்க்கும்படியாய் வரப்போகிறார். ആരെ ചേർക്കുവാൻ വേണ്ടി വരുന്നു? தலைகளை மேலே உயர்த்துகிறதை തലകളെ മേലെ ഉയർത്തുന്നവർക്കായി കണ്ണുകളെ മൂടുவோம். കണ്ണുകളെ അടയ്ക്കുവീൻ. ஆண்டவருடைய சமூகத்தில் தீர்மானம் எடுப்போம். ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനത്തെടുക്കുവീൻ. ஒருவேளை உன்னை நீ ஜெபிக்கிற அனுபவம் இல்லாத ஒரு மனிதனாக, ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ടല്ലായി ஓ, കാണപ്പെടുന്നത്, ஜெபிக்கிற நபராக இல்லாத, പ്രാർത്ഥന ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലെ ആയിരിക്കാം. ஆனால் கர்த்தர் இன்றைக்கு ஒரு ஜெபத்தின் ஆவியினால் நிறைக்க போகிறார். എന്നാൽ ദൈവം ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ உங்கள் ആഗ്രഹിക്കുന്നു. முக்காடை அவிழ்த்து விடும்படியாக, നിങ്ങളുടെ കെട്ടുകൾ അഴിച്ചുവിടുവാൻ, உங்கள் முக்காடை அவிழ்த்து നിങ്ങളുടെ விடும்படியாக, മൂടുപടത്തെ അഴിച്ചുവിടുവാൻ, உங்கள் கெட்டுகளை அவிழ்த்து விடும்படியாக കെട്ടുകളെ അഴിച്ചുവിടുവാൻ ஆவியானவர் வல்லமையாய் நம்மத்திலே அசைவாடி கொண்டிருக்கிறார். ആത്മാവ് ശക്തിയോടെ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. உணர்றீர்கள்? എത്ര പേരത് ഉണരുന്നു? எல்லாரும் கண்களை மூடுவோம். എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. சரியான ஒரு அபிஷேகத்தை விட்டு கொடுவோம். ശരിയായ ഒരു അഭിഷേകത്തിന് நம்முடைய പിടിച്ചുകൊടുക്കുവിൻ. இயேசு சீக்கிரம் வரப்போகிறார். നമ്മുടെ യേശു വേഗം വരുവാൻ പോകുന്നു. நம்முடைய இயேசு சீக்கிரம் നമ്മുടെ வரப்போகிறார். യേശു വേഗം വരുന്നു. தலைகளை உயர்த்துங்க. തലകളെ ഉയർത്തുവീൻ. அதனுடைய அர்த்தம் என்ன? അതിന്റെ അർത്ഥമെന്ത്? நம்முடைய மனது, നമ്മുടെ മനസ്സ്, நம்முடைய இருதயம் നമ്മുടെ ഹൃദയം கர்த்தர் பக்கமாய் ദൈവത്തിന്റെ திருப்பப்படும். പക്ഷമായി തിരിക്കാം. ஜெபிப்புக்கு ஜெபிக்கிறவர்களாய் மாற்றப்படுங்க. പ്രാർത്ഥന മനുഷ്യരായി நீ തീരാം. வேலை செய்யும்போது ஜெபித்துக் கொண்டிருப்பாய். നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. நீ அடுப்பில் இருக்கும்போது ஜெபித்துக் നിങ്ങൾ கொண்டிருப்பாய். അടുക്കളയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. வீட்டில் இருக்கும்போது ஜெபித்துக் கொண்டிருப்பாய். ഭവനത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. பிரயாணத்தில் ஜெபித்துக் கொண்டிருப்பாய். യാത്രയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ஒரு பைத்தியக்காரனை போல, ഒരു ഭ്രാന്തനെ പോലെ, பைத்தியக்காரியை போல ഒരു ഭ്രാന്തിയെ പോലെ ஜெபித்துக் கொண்டிருக்க പ്രാർത്ഥിച്ചു கர்த்தர் உன்னை அபிஷேகிக்கிறார். പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ദൈവം നിങ്ങളെ അഭിഷേകിച്ചുകൊണ്ടിരിക്കുന്നു. அபிஷேகிக்கிறார். നിങ്ങളെ
നിങ്ങളെ അഭിഷേകിക്കുന്നു. உன் இருதய கண்கள் ഹൃദയ திறக்கப்படுவதாக. കണ്ണുകളെ തുറക്കുവിൻ. எத்தனை பேர் ஒப்பு கொடுக்கிறீர்கள்? എത്ര പേർ സമർപ്പിക്കുന്നു? ஓ பார்வையாளரை போல வேடிக்கை பார்த்து ഒരു கொண்டிருக்கிறேன். കാഴ്ചക്കാരനെ പോലെ നോക്കിക്കൊണ്ടിരിക്കേണ്ട பயங்கரமான ஒரு காலம் ഒരു ഭയങ്കരമായ നാളുകൾ வந்து கொண்டிருக்கிறது. വന്നുകൊണ്ടേയിരിക്കുന്നു. நீ அதிலிருந்து தப்பித்துக் கொள்ளும்படியாக അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ஆவியானவர் உன்னை எச்சரிக்கிறார். ആത്മാവ് നിന്നെ ഉണർത്തുന്നു. ஆவியானவர் உன்னை எச்சரிக்கிறார். ആത്മാവ് നിനക്ക് മുന്നറിയിപ്പ് തരുന്നു. எல்லாரும் ஒப்பு கொடுங்க. എല്ലാവരും സമർപ്പിപ്പി. அபிஷேகத்துக்கு ஒப்பு கொடுங்க. അഭിഷേകത്തിന് സമർപ്പിപ്പി. தொடர்ந்து அந்நிய பாஷை பேசுங்க. വായ തുറന്ന് അന്യഭാഷ സംസാരിപ്പി. இயேசு சீக்கிரம் வரப்போகிறார். യേശു വേഗം വരുന്നു. இயேசு சீக்கிரம் வரப்போகிறார். യേശു വേഗം വരുന്നു. கரபால கட்டிடாயிட மக்கரா. ஹalleluya. ஹalleluya. பாயட மக்கரபால கட். ஹalleluya. 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 ஆமென். இந்த அபிஷேகம் போதாது. இந்த அபிஷேகம் போதாது. ഈ അഭിഷേകം പോരാ. ഈ അഭിഷേകം പോരാ. சரியான வல்லமையை பெற்றுக்கொள். ശരിയായ ശക്തിയെ പ്രാപിക്കുവിൻ. கர்த்தர் நீ ஆவியிலே நிறையும்போது നിങ്ങൾ ആത്മാവിൽ നിറയുമ്പോൾ கர்த்தர் கட்டுகளை அவிழ்க்கிறார். കർത്താവ് കെട്ടുകളെ അഴിക്കുന്നു. கட்டுகளை அவிழ்க்கிறார். കെട്ടുകളെ അഴിക്കുന്നു. ஜெபவினால் நிறைக்கிறார். കൃപകളാൽ നിറയ്ക്കുന്നു. உன்னை தேவன் தெரிந்தெடுத்தார். കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. நீ அதை மறந்து விடாதே. നിങ്ങളത് മറന്നു കളയരുത്. വായ തുറക്കുവിൻ. ഭാഷകളെ பேசு. അന്യഭാഷ സംസാരിപ്പി. சரீரத்தை விட்டுக்கொடு. ശരീരങ്ങളെ വിട്ടുകൊടുക്കുവിൻ. வல்லமை இறங்கட்டும். ശക്തി ഇറങ്ങട്ടെ.